കർത്തരുடைய പരിശുദ്ധ നാമം മഹിമയടവதாக. ദൈവത്തിന്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. இந்த கொட்டும் மழையிலும் கொஞ்சம் கூட பின்வாங்காமல் எங்களுடைய அழைப்பிற்கு இணங்கி இந்த பந்தலுக்குள் வந்திருக்கிற அன்பானவர்களுக்கும் അതിതീവ്രമായ മഴ ദേശത്ത് പെയ്യുമ്പോൾ അല്പം പോലും നിരാശപ്പെടാതെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ മീറ്റിംഗിന്റെ 2ാം ദിവസം ദൈവസന്നിധിയിലേക്ക് ആഗതരായിരിക്കുന്ന எங்கள் அன்பானவர்களுக்கும் ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും இந்த ஒலிபெருக்கி மூலமாக எங்களுடைய சத்தத்தை கவனித்துக் கொண்டிருக்கிறதான அனைத்து வியாபார பெருமக்களுக்கும் தேசத்தின் ஜனங்களுக்கும் எங்களுடைய ஆண்டவராக இயேசு கிறிஸ்துவின் இனிய நல்ல நாமத்தில் உங்களுக்கு ഉളമാർന്ന നന്ദിയെയും വാഴ്ത്തുതലും ഞങ്ങൾ தெரிவித்துக் കൊള്ളുகிறோம். ഞങ്ങളുടെ ശബ്ദ പരിധിക്കുള്ളിൽ ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്നതായ പല വ്യാപാര സ്ഥാപനങ്ങളിലെ ജോലി ചെയ്യുന്നവർക്കും എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. இங்கே நாம் வந்திருக்கின்றோம், നാം ഇവിടെ കൂടി വന്നിരിക്കുന്നു. വந்தோം, കണ്ടോം, കളൈந்தோം என்றல்லாமல் നാം കൂടി വന്ന് എന്തോ കണ്ടു അത് തന്നെ അതും വെറുതെ കളഞ്ഞിട്ട് വൃഥാവായി മടങ്ങിപ്പോകുന്നു എന്നതല്ലാതെ சுவிசேஷம் கேட்டதான காதுகள் கௌரவம் அடைய, வாழ்க்கை மேன்மையடைய, உன்னத வாழ்க்கையை எட்டிவிட விழைவோம் என்கின்ற எதிர்பார்ப்போடு கூட எங்களது அருமையான பரிசுத்தவான்கள் இந்த கூட்டங்களை ஆயத்தப்படுத்தி இருக்கிறார்கள். அதில் நானும் நன்றி உள்ளவனாக இருக்கிறேன். സുവിശേഷം കേട്ടിട്ട് വൃഥാവാക്കി കളയാതെ കേട്ടതായ സത്യങ്ങളും വചനങ്ങളും നമുക്കുള്ളിൽ പ്രവേശിച്ച് അതിനൊത്തവണ്ണമുള്ളതായ ഒരു നല്ല ഫലം കായ്ക്കുന്നവരായി തീരും എന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിശുദ്ധന്മാരൊക്കെയും ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളൊക്കെ ക്രമീകരിച്ച് നടത്തുന്നു. கர்த்தருக்கு மகிமை உண்டாவதாக. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. நமது வேத தியானத்திற்காக வேதாகமத்தினுடைய 2ஆம் புஸ்தகமாகிய யாத்திராகமம் 13ஆம் அதிகாரம் அதனுடைய 13ஆம் வசனத்தை நாம் வாசிக்க கேட்கலாம். ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ വേദ പുസ്തകത്തിലെ 2ാമത്തെ പുസ്തകമാകുന്ന പുറപ്പാട് പുസ്തകം 13ആം അധ്യായത്തിന്റെ 13ആം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. എന്നാൽ കഴുതയുടെ കടിഞ്ഞൂലിനെയൊക്കെയും ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളേണം. അതിനെ വീണ്ടുകൊള്ളുന്നില്ലെങ്കിൽ അതിന്റെ കഴുത്ത് ഒടിച്ചു കളയണം. നിന്റെ പുത്രന്മാരിൽ ആദിജാതനൊക്കെയും നീ വീണ്ടുകൊള്ളേണം. கழுதையின் தலையீற்றை எல்லாம் ஒரு ஆட்டுக்குட்டியால் மீட்டுக் கொள்வாயாக. மீட்காவிட்டால் அதன் கழுத்தை முறித்து போடு. உன் பிள்ளைகளில் முதற்பேரான சகல நரஜீவனையும் மீட்டுக் கொள்வாயாக. கழுதையின் தலையீற்றை எல்லாம் ஒரு ஆட்டுக்குட்டியால் மீட்டுக் கொள்வாயாக. കഴുതയുടെ കടിഞ്ഞൂലിനെയൊക്കെയും ആട്ടുകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളേണം. மீட்காவிட்டால் அதன் கழுத்தை முறித்து போடு. അതിനെ വീണ്ടുകൊള്ളുന്നില്ലെങ്കിൽ അതിന്റെ കഴുത്ത് ഒടിച്ചു കളയണം. கர்த்தருக்கு ஸ்தோத்திரம். കർത്താവിന് സ്തോത്രം. இங்கே இந்த யாத்திராகம புஸ்தகத்தை குறித்து நாம் பார்க்கும் வேளையில் നാം ഈ പുറപ്പാട് പുസ്തകത്തെ കുറിച്ച് അല്പമായി ചിന്തിച്ചാൽ ஆபிரகாமின் சந்ததியாகிய இஸ்ரவேலர்கள் எகிப்தில் அடிமைகளாக இருந்த பொழுது അബ്രഹാമിന്റെ സന്തതിയായ ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈമിൽ അടിമത്വത്തിലായിരുന്നപ്പോൾ தேவன் அவர்களுடைய கூக்குரலை கேட்டார், அவர்களை விடுவித்தார். அவர்கள் தங்களுடைய முற்பிதாவாகிய ஆபிரகாமுக்கு தேவன் அளித்ததான வாக்குத்தத்த தேசமாகிய கானானை சென்றடைவதற்கு அவர்கள் செய்த ஒரு யாத்திரையினுடைய ஆகமம் தான் இந்த யாத்திரை ആഗമം എന്ന് അழைക്കപ്പെടുகிறது. ഈ ഇസ്രായേൽ ജനങ്ങളൊക്കെയും മിസ്രൈമിൽ അടിമത്വത്തിലായിരുന്നപ്പോൾ അവർ പലവിധത്തിലുള്ള പീഡകൾ നിമിത്തം യഹോവയായ ദൈവത്തെ നോക്കി നിലവിളിച്ചു. ദൈവം അതിന്റെ മധ്യയിൽ നിന്നും അവരെ വിടുവിച്ച് കനാൻ ദേശത്തിലൂടെ അവരെ ആ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോയി അവരങ്ങനെ യാത്ര പുറപ്പെട്ടു പോയതായ ഇതിനെയാണ് പുറപ്പാട് പുസ്തകം എന്ന് പറയപ്പെടുന്നത്. சில வேளையில் எங்களை கேட்கிற அருமையான நண்பர்கள் இவ்விதமாக எண்ணம் கொள்ளலாம், அது இஸ்ரவேலர்கள், எகிப்து, ஆபிரகாம், இதை எதற்காக நாம் படிக்க வேண்டும் என்று. ഒരുപക്ഷെ എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഇപ്രകാരം ചിന്തിച്ചേക്കാം, ഇസ്രായേൽ ജനങ്ങളെന്നും മിസ്രൈമെന്നും ഇതൊക്കെ എന്തുകൊണ്ട് ഞങ്ങൾ ചിന്തിക്കണം എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം. இந்த தேசம் இருக்கும் அதே கண்டத்தில் தான் நாமும் இருக்கின்றோம். ആ ദേശമായിരിക്കുന്ന അതേ ഭൂമിയിൽ തന്നെ ഇന്ന് നാമും പാർക്കുന്നു. கண்டத்தில் ഭൂഖണ്ഡത്തിൽ തന്നെയാണ് നാമും പാർക്കുന്നത്. അതുമാത്രമല്ല, அவர்களை குறித்து படிக்கும் பொழுதெல்லாம் நம்முடைய வாழ்க்கையில் நம்மை குறித்தும் காண இயலும் என்பதற்காகவே
நாங்கள் இந்த வசனத்தை உங்களுக்கு முன்பாக எடுத்து வைக்கிறோம். അവരുടെ ജീവിത ചരിത്രത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെയും ശോധന ചെയ്യുവാൻ നമുക്ക് സാധിക്കുമെന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വേദഭാഗം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. எனது அருமை நண்பனே, கிறிஸ்துவம் என்பது ஒரு மதம் அல்ல, அது ஒரு உறவு என்று சொல்லலாம். പ്രിയ സ്നേഹിത, ക്രിസ്ത്യാനിത്വം എന്ന് പറയപ്പെടുമ്പോൾ അതൊരു മതമല്ല, നല്ലൊരു അടുത്ത ബന്ധമാണെന്ന് പറയുവാൻ കഴിയും. தேவனோடு அப்பா பிதாவே என்று அழைக்கக்கூடிய உரிமையை கோரக்கூடிய ஒரு ഉറവുதான் இந்த ക്രിസ്തുവ മാർഗം. ദൈവത്തെ നോക്കി അപ്പാ പിതാവേ എന്ന് ഒരു അവകാശത്തോടുകൂടി വിളിച്ചപേക്ഷിക്കുവാനുള്ള ഒരു മാർഗമാണ് ഈ ക്രിസ്തീയ മാർഗം. இந்த ஆகமத்தை இயற்றிய ஆக்கியோனை குறித்து பார்க்கும் வேளையிலே ഈ പുറപ്പാട് പുസ്തകം എഴുതിയതായ വ്യക്തിയെ കുറിച്ച് നാം കാണുമ്പോൾ மோசே என்ற வீர திருமனிதனை நாம் பார்க்கின்றோம். മോശ എന്നതായ സാമർഥ്യമുള്ള ഒരു വ്യക്തിയെ കുറിച്ച് നാം കാണുന്നു. அவன் ஒரு அற்புத மனிதனும் கூட என்று சொல்லலாம். അവൻ ഒരു അത്ഭുത മനുഷ്യനാണെന്ന് അവനെ കുറിച്ച് പറയുവാൻ കഴിയും. ஆனால் இவனுடைய பிறப்பை நாம் பார்க்கிற வேளையிலே എന്നാൽ ഇവന്റെ ജനനത്തെ നാം കാണുമ്പോൾ அது மிகவும் சவாலாக இருந்தது, அற்பமாக இருந்தது. വളരെ വെല്ലുവിളിയായി കാണപ്പെട്ടു, അതോടൊപ്പം ഒരു എളിയ അവസ്ഥയിലും കാണപ്പെട്ടു. ஆனால் இப்படிப்பட்டதான அற்பமான ஆரம்பத்தில் இருந்ததான மோசே தன்னுடைய வாழ்க்கையிலே அவன் வெற்றி வாகை சூடும்படியாக தேவன் அவனுக்கு உதவி செய்தார். ഇപ്രകാരം എളിയ വിധത്തിൽ ജനിച്ചതായ മോശയുടെ ജീവിതത്തിൽ അവന്റെ ജീവിതത്തിൽ തന്നെ ഒരു വലിയ ജയോത്സവം കൊണ്ടാടുന്ന വിധത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുവാൻ യഹോവയായ ദൈവം അവനെ സഹായിച്ചു. இவ்விடத்திலே ஒரு காரியத்தை நண்பனே உனக்கு கோடிட்டு காட்ட விரும்புகிறேன். தேவன் உன்னுடைய இன்றைய அற்பமான துவக்கத்தையும் ஆரம்பத்தையும் மிகுந்த அற்புதமாக மாற்றப் போகிறார் என்பதற்கு இந்த காட்டாக்கடை சுவிசேஷ பிரசங்கங்களும் ദൈവിക സുഖമളിക്കും ആരാധനകളും ഉറുതിയളിക്കിன்றன. പ്രിയ സ്നേഹിത, ഇത് മുഖാന്തരം ഒരു കാര്യം ഞാൻ നിങ്ങളെയും ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജനനമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതമോ അതൊരു നിസ്സാരമായി കാണപ്പെട്ടാലും നിങ്ങളുടെ ഭാവി ജീവിതം എന്നത് ഒരു വലിയ ജയമായി തീരുന്ന അനുഭവത്തിൽ ഈ കാട്ടാക്കട സുവിശേഷ മീറ്റിംഗ് മുഖാന്തരവും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാക്കി തരും. അർപ്പமான ആരംഭത്തെ അസட்டை பண்ணுகிறவன் யார் என்று திருவேதம் சொல்கிறது. എളിയമായ ജീവിതത്തെ നിരസിച്ചു കളയുന്നവൻ ആരാണെന്ന് തിരുവചന സത്യത്തിൽ നാം വായിച്ചറിയുന്നു. കർത്തருக்கு മഹിമ ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. இந்த வசனத்தின் பகுதிக்கு நாம் திரும்பும் பொழுது നാം വായിച്ച വേദഭാഗത്തിലേക്ക് മടങ്ങി വരുമ്പോൾ കഴുതயின் തലയീറ്റை ഒരു ആട്ടുകുട്ടിയിനാൽ மீட்டுக் கொள்வாயாக. ആ കഴുതയുടെ കടിഞ്ഞൂലിനെ ഒരു കുഞ്ഞാടിന്റേതായ ഇതിന് വീണ്ടെടുക്കപ്പെടണം. இங்கே வெறும் கழுதை என்றுதான் சொல்லப்பட்டிருக்கிறது. ഇവിടെ വെറും കഴുത എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. எகிப்தில் வேற மிருகங்கள் இல்லையா? ഇസ്രായേലിൽ വേറെ മൃഗമില്ലയോ? குதிரைகள் இருந்தன, കുതിരകൾ ഉണ്ടായിരുന്നു. பாலைவனத்தில் கேமல்ஸ் அதாவது ഒട്ടകങ്ങൾ ഇരുந்தன. മരുഭൂമിയിൽ ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു. കർത്തർക്ക് മഹിമ ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ഒരു കഴുതയ്ക്കെത്താൻ ഇപ്പടിപ്പെട്ട ഒരു ഗതി. എന്നാൽ കഴുതയ്ക്കാണ് ഇങ്ങനെയുള്ള ഒരു ഗതിയും. കാരണം കുതിരകൾ ഇരുந்தன, കുതിരകൾ ഉണ്ടായിരുന്നു, ഒട്ടകങ്ങളും ഇരുந்தன, ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. അത് ഇസ്രായേലർക്ക് തൊട്ടുകൂടെ പാർക്കാൻ മുടിയാത അളവിൽ ഇരുந்தன. ആ ഇസ്രായേൽ ജനങ്ങൾക്കൊന്ന് സ്പർശിച്ച് നോക്കുവാൻ പോലും കഴിയാത്ത വിധത്തിലായിരുന്നു. കാരണം അത് எகிப்தியருடைய பிரபுக்கന്മാர்கள் இவர்கள் மாத்திரமே ഉപയോഗിക്കக்கூடியதான വാഹനങ്ങളാக இருந்தது. മിസ്രൈമിലുള്ളവരും മിസ്രൈമിലെ പ്രഭുക്കന്മാരൊക്കെയും ഉപയോഗിക്കുന്ന ഒരു വാഹനമായി അത് കാണപ്പെട്ടു. ஆனால் இந்த அடிமைகளாயிருந்த எகிப்தில் அடிமைகளாயிருந்தான இஸ்ரவேலர்கள் இதை കഴുതയെ மட்டுமே അവர்கள் വാഹന മൃഗமாக ഉപയോഗിத்தார்கள். എന്നാൽ മിസ്രൈമിൽ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ കഴുതയെ മാത്രമാണ് തങ്ങൾ യാത്രയ്ക്കായി ഉപയോഗിച്ചിരുന്നത്. இவ்விதமாக தங்களுக்கு மிகவும் அவசியமுள்ளதான இந்த கழுதையை அவருடைய தலையீற்றை அவர்கள் காக்க வேண்டும் என்று சொன்னால் ஒரு ആട്ടുകുട്ടിയെ വില കൊടുത്തുത്താൻ വാങ്ങ വേണ്ടും, വില കൊടുത്തുത്താൻ ആക വേണ്ടും. തങ്ങളുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായി കാണപ്പെട്ടതായ ഈ കഴുതയുടേതായ കടിഞ്ഞൂണിനെയൊക്കെയും തങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഒരു കുഞ്ഞാടിനെ ഏൽപ്പിക്കുന്നത് മുഖാന്തരം മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. കർത്തർക്ക് മഹിമ ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. என்னாகமம் 18 அதிகாரத்தினுடைய 15 வசனம் சொல்லுகிறது. സംഖ്യാപുസ്തകം 18 അധ്യായത്തിന്റെ 15 വാക്യത്തിൽ വായിക്കുന്നു. അതിന്റെ കടൈസി പകുതിയിൽ കാണുമ്പോൾ അതിന്റെ അവസാന ഭാഗത്തിൽ നാം കാണുമ്പോൾ തീട്ടാன மிருகங்களையெல்லாம்
நீ ஒரு ஆட்டுக்குட்டியினால் மீட்டுக் கொள்ள வேண்டும் என்று நியாயப்பிரமாணம் சொன்னது. അശുദ്ധ മൃഗങ്ങളുടെ കടിഞ്ഞൂളിനെയും ഒരു കുഞ്ഞാടിനെ കൊണ്ട് വീണ്ടെടുക്കണമെന്ന് ന്യായപ്രമാണം പറയുന്നു. என்று சொன்னால் இந்த கழுதை ஒரு அசுத்தமான மிருகம். അങ്ങനെയാണെങ്കിൽ ഈ കഴുത എന്നത് ഒരു അശുദ്ധ മൃഗമാണ്, ஒரு அழகற்ற மிருகம், ഒരു യാതൊരുവിധ ഭംഗിയും ഇല്ലാത്തൊരു മൃഗമാണ്, ஒரு தீட்டான மிருகம். ഒരു അശുദ്ധമായ മൃഗം തന്നെ. சொல்லக்கூடுமானால் കൂടെ അധികം പറഞ്ഞാൽ நம்முடைய வாழ்க்கையில் நாம் சொல்லுவோம், யாரையாவது அவமானமாக பேச வேண்டும் என்று சொன்னால் அவர்களை அழைப்பது இந்த மிருகத்தினுடைய பெயரை சொல்லித்தான். നാം നമ്മുടെ ജീവിതത്തിലും ലജ്ഞാകരമായി അല്ലെങ്കിൽ മോശമായൊരു വാക്കുപയോഗിച്ച് നാം ആരെയെങ്കിലും വിളിക്കണമെങ്കിൽ കഴുത എന്ന് പറഞ്ഞാണ് നാം വിളിക്കാറുള്ളത്. கர்த்தருக்கு ஸ்தோத்திரம், കർത്താവിന് സ്തോത്രം. இப்படி மானமில்லாத அவமானமான ஆசீர்வாதமே இல்லாத இந்த கழுதையை போலவே மனிதன் பாவத்தில் விழுந்தபோது அவன் ഉരുമാറിനാൻ, നില മാറിനാൻ, തടുമാറിനാൻ. ആയതുപോലെ യാതൊരു മാനവുമില്ലാത്ത പ്രശംസയുമില്ലാത്ത ഈ കഴുതയെ പോലെ കഴുത കാണപ്പെടുന്നത് പോലെ ഒരു മനുഷ്യൻ പാപത്തിൽ വീണു കഴിഞ്ഞപ്പോൾ തന്റെ പ്രശംസയും ഉയർച്ചവും സ്ഥാനവും സകല മാനങ്ങളും വിട്ട് അവന്റെ രൂപത്തിന് തന്നെ മാറ്റം സംഭവിച്ചു. ദേവൻ തനക്ക് തന്നതാണ് നിത്യ ജീവനെ ഇഴந்தான், தேவசாயலை இழந்தான், மகிமையை இழந்தான், ஐக்கியத்தை இழந்தான், சுதந்திரம் இழந்தான், அழியாமை இழந்தான், ആളുകൈ ഇഴந்தான். ദൈവം അവന്റെ ജീവിതത്തിൽ തന്നതായ നിത്യജീവൻ അവന് നഷ്ടമായി, ദൈവത്തിന്റെ കൂട്ടായ്മ നഷ്ടമായി, ദൈവ സ്വരൂപം നഷ്ടമായി, ദൈവത്തിന്റെ വാഴ്ച നഷ്ടമായി, ദൈവ തേജസ് നഷ്ടമായി, ദൈവത്തിന്റെ അമർത്യത നഷ്ടമായി, ദൈവം അവന് നൽകിയ അവകാശവും നഷ്ടമായി. இப்படிப்பட்ட மனிதனே, இன்றைக்கு எங்களை கேட்கிற சகோதரனே, உன் நிலவரம் இதுவாக இருக்கும் என்று சொன்னால் உன்னை மீட்கும்படியாக ஒரு ஆட்டுக்குட்டி என்கிற ஒரு മിരുഗത്തെ ബലിയിട വേണ്ടും. ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ദൈവവൈതലേ, നിങ്ങളും ഇന്ന് ഈ അവസ്ഥയിലാണ് കാണപ്പെടുന്നതെങ്കിൽ ആ വീണ്ടെടുക്കപ്പെടുന്നതായ ഒരു കുഞ്ഞാട് നിങ്ങൾക്ക് വേണ്ടി യാഗമർപ്പിക്കേണ്ടതായിട്ട് വരുന്നു. മീட்பு என்று சொல்லும்போது, വീണ്ടെടുപ്പ് എന്ന് പറയപ്പെടുമ്പോൾ അത് നടന്നത്, അത് സംഭവിച്ചു, നടന്നുകൊണ്ട് ഇരുപ്പത്, ഇപ്പോഴും അത് നടക്കുന്നു, നടക്ക പോവതും, ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്നു. സ്തോത്രം, കർത്താവിന് സ്തോത്രം. തിരുവേദാഗം അപ്പടിത്താൻ അർത്ഥപ്പെടുത്തുക. നാം വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ ആ കാര്യം തന്നെ നമ്മോട് പറയുന്നു. കർത്തർക്ക് മഹിമ ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. மீட்பு என்று சொன்னால் விற்கப்பட்ட ஒரு பொருளை മറ്റൊരു വിലക്രയം കൊടുത്ത് മറുപടിയും വാങ്ങിக் കൊള്ളുவது தான் மீட்பு. വീണ്ടെടുപ്പ് എന്ന് പറയപ്പെടുമ്പോൾ മുൻപതായി വിറ്റ ഒരു വസ്തുവിനെ വീണ്ടും ഒരു വില കൊടുത്ത് മടക്കി വാങ്ങിക്കുന്നതാണ് ആ വീണ്ടെടുപ്പ്. വില പോണதை വില കൊടുത്ത് വാങ്ങുவது, വില കൊടുത്ത് വിറ്റത് വീണ്ടും വില കൊടുത്ത് വാങ്ങിക്കുന്നു. നമ്മുടെ പഴങ്കാലങ്ങളിലെ ബാർട്ടർ എன்ற പണ്ട മാറ്റു മുறை ഒരു മുറമ ഇരുന്നதை നാം കാണലാം. പഴയ കാലഘട്ടങ്ങളിൽ ചരക്ക് കൈമാറ്റ് കച്ചവടം എന്നതായ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഒരു പൊരുളെ കൊടുത്ത് മറ്റൊരു പൊരുളെ വാങ്ങുന്നത്, ഒരു വസ്തു കൊടുത്തിട്ട് പകരമായി മറ്റൊരു വസ്തു വാങ്ങിക്കുന്നത്. ഇത് പുതിയ ഏർപ്പാട്ട് കാലത്തിൽ എളിதாக വിളങ്ങിக் കൊള്ളலாம். പുതിയ നിയമ കാലഘട്ടത്തിൽ ഇത് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. നമുക്ക് അമേരിക്ക എന്ന് சொன்னால் நன்றாக தெரியும். அமெரிக்காவில் மாத்திரமல்ல, அன்றைக்கு முழு உலகத்திலேயும் அடிமைகள் വിൽപ്പന ചെയ്യக்கூடிய സന്തകൾ ഇരുന്നன. നമുക്ക് അമേരിക്ക രാജ്യത്തെ കുറിച്ച് നമുക്കറിയാം. അതുപോലെ അമേരിക്ക മാത്രമല്ല, പല രാജ്യങ്ങളിലും മനുഷ്യരെ അടിമകളായി വിൽക്കുന്ന, അടിമ കച്ചവടം നടത്തുന്ന ചന്തകൾ അടിമകൾ ചന്തയിലെ അടിമകളെ നിർത്തി വയ്ത്തിരുപ്പാர்கள் ഡിസ്പ്ലേ ചെയ്തത് പോലെ. അടിമ ചന്തകളിൽ അടിമകളെ വിൽക്കുവാനായി നിർത്തി വെച്ചിട്ടുണ്ട്. அந்த ஆறாவது வாங்க வேண்டும் என்று எஜமான்கள் போகும் பொழுது அவர்கள் அதற்குள்ளதான கிரயத்தை செலுத்திவிட்டு அந்த அடிமையை வாங்குகிறார்கள். அந்த அடிமையை வாங்கும் பொழுது அந்த அடிமை தரகர்கள் ஒரு பத்திரம் எழுதி தருவார்கள். அதாவது இன்று நம் கையில் வைத்திருக்கிறோமே ഐഡന്റിറ്റി കാർഡ്, അടയാള അട്ടകൾ, ആധാർ അട്ടകൾ പോലെ ഒരു അടയാള അട്ടയെ തരുവാர்கள். അന്ന് അടിമകളെ വാങ്ങിക്കുവാനായി പോകുമ്പോൾ ആ അടിമകളെ വിൽക്കുന്നതായ വിൽപ്പനക്കാരോ ഒരു പത്രം എഴുതി തരും. നമ്മുടെ കൈകളിൽ ഈ തിരിച്ചറിയൽ കാർഡൊക്കെ ഉണ്ടല്ലോ, ആയതുപോലെ ഒരു കാർഡ് നമുക്ക് തരും. சில യജമാൻകൾ അടിമകളെ വില കൊടുത്തു വാങ്ങിവിട്ട് കരുണയുള്ളവர்களாக இரக்கமுள்ளவர்களாக அவர்களை சுதந்திரமாக விட்டு விடுவார்கள், சுயாதீனர்களாக விட்டு விடுவார்கள். அப்படி அவர்களை விட்டு விடுகிற வேளையிலும் இந்த യജമാൻകൾ அந்த അടിമகளுக்கு ഒരു അടയാള അട്ടை തരുവാர்கள், സുയാധീനൻ എன்ற അടയാള അട്ടை. ചില യജമാന്മാരോ നല്ല മനസ്സലിവുള്ളവരാണ്. ചില മനുഷ്യരെ അടിമകളായി വാങ്ങിച്ചതിന് ശേഷം അവരെ സ്വതന്ത്രമായി വിട്ടുകളയുന്നു. അതും മാത്രമല്ല, അവർക്ക് നിങ്ങൾ സ്വതന്ത്രരാണ് എന്നുള്ളതായ ഒരു തിരിച്ചറിയൽ കാർഡും അവർക്ക് വേണ്ടി നൽകുകയും ചെയ്യുന്നു. അടിമകളായിരുന്നാലും ശരി, സ്വാധീനരാக இருந்தாலும் ശരി,
ஒரு பத்திரம் அவர்கள் கையில் இருக்க வேண்டும். ദാസന്മാരായാലും സ്വതന്ത്രരായാലും ഒരു പത്രം, തിരിച്ചറിയൽ കാർഡ് അവരുടെ പക്കൽ ഉണ്ടായിരിക്കണം. கர்த்தருக்கு ஸ்தோத்திரம். കർത്താവിന് സ്തോത്രം. இன்றைக்கு வேதம் சொல்லுகிறது, நீங்கள் விலையின்றி விற்கப்பட்டீர்கள், പണമിன்றി മീட்கப்படுவீர்கள். ഇന്ന് തിരുവെഴുത്തിൽ നാം വായിക്കുന്നു, വില കൂടാതെ നിങ്ങൾ വിൽക്കപ്പെട്ടു, വില കൂടാതെ തന്നെ നിങ്ങളെ വാങ്ങിക്കുകയും ചെയ്യും. விலையின்றி விற்கப்பட்டதான மனுகுலத்தை மீட்டு தேவன் விலையின்றி சுயாதீனர்களாக மாற்றியிருக்கிறார், பணமின்றி மாற்றியிருக்கிறார். அதற்குள்ளதான ஒரு பத்திர எழுத்துத்தான் இன்றைக்கு நாம் உபயோகிக்கிறதான இந்த வேத புத்தகம். വില കൂടാതെ വിൽക്കപ്പെട്ടതായ മനുഷ്യനെ ദൈവം വില കൊടുത്ത് താൻ ഇന്ന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, നമ്മെ സ്വതന്ത്രരായി മാറ്റിയിരിക്കുന്നു. അതിന്റെ തെളിവാണ് നമ്മുടെ കയ്യിലുള്ളതായ വിശുദ്ധ വേദപുസ്തകവും. பாவத்திற்கு விற்கப்பட்டதான மனிதனை, கழுதை போல ஆனவனை, அசுத்தமானவனை, நிர்பந்தமானவனை தேவன் மீட்க சித்தமானார். 1 தீமோத்தேயு 2 அதிகாரம் 6 വചനത്തിൽ നാം பார்க்கிறோம். 1 തീമോഥെയോസിന്റെ പുസ്തകം 2 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ നാം വായിക്കുന്നു, அங்கே தேவன் நாம் எல்லாவருக்காகவும் அவரை இயேசு கிறிஸ்துவை மீட்கும் பொருளான ஆக்கினார், அவர் தம்மை ഒപ്പടൈത്താർ. നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു മറുവിലയായി തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ആ കർത്താവ് അവൻ നമ്മെ നേടിയെടുക്കുകയും ചെയ്തു. ரோமருக்கு எழுதின நிருபம் 3 அதிகாரம் அதனுடைய 24 வசனத்தை பார்க்கிற வேளையிலும், റോമാലേഖനം 3 അധ്യായത്തിന്റെ 24 വാക്യത്തിൽ വായിക്കുമ്പോൾ, அங்கே இயேசு கிறிஸ்துவில் உள்ள மீட்பை கொண்டு നീതിമാന്മാരാக മാറ്റപ്പെട്ടിരിக்கிறோം. അവിടെ കൃപയാൽ യേശു ക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടത്രേ നീതീകരിക്കപ്പെട്ടത്. കർത്തർക്ക് മഹിമ ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എങ്ങളെ കവനിக்கிறதான അരുமையானவர்களே, ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, நம்முடைய வாழ்க்கையில் இயேசு கிறிஸ்துவின் மூலமாக நமக்கு கிடைத்ததான மீட்பு என்ன? നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ വീണ്ടെടുപ്പ് എന്താണ്? எவைகளில் இருந்தெல்லாம் நாம் மீட்கப்படுவதற்காக தேவன் இயேசு கிறிஸ்துவை மீட்கும் பொருளாக இந்த உலகத்தில் அனுப்பி வைத்தார், സമർപ്പിത്താർ. ഏതൊക്കെ അനുഭവത്തിൽ നിന്ന് നാം വീണ്ടെടുക്കപ്പെടുവാൻ പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ ഇഹലോകത്തേക്ക് അയച്ചു என்கிற விஷயங்களை உங்களுக்கு முன்பாக எங்களுக்கு அறிவு உள்ளது என்பதற்காக அல்ல. தேவனுக்கு ஸ்தோத்திரம். இந்த மாலை வேளையில் உங்கள் மத்தியிலே பகிர்ந்து கொள்ள நாங்கள் வாஞ்சிக்கிறோம். ഈ അനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ജ്ഞാനത്തിനൊത്തവണമല്ല, ദൈവകൃപയാൽ ഈ അനുഭവത്തെ കുറിച്ച് നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. கொலோசியருக்கு எழுதின நிருபம் 1 அதிகாரம் அதனுடைய 14 வசனம் இவ்விதமாக சொல்லுகிறது. കൊലോസ്യ ലേഖനം 1 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, வாசிக்கலாம். அவருக்குள் அவருடைய இரத்தத்தினாலே பாவ மன்னிப்பாகிய மீட்பு நமக்கு உண்டாயிருக்கிறது. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. அவருக்குள் பாவ மன்னிப்பு என்ற மீட்பு இருப்பதாக திருவசனம் நமக்கு எடுத்துரைக்கிறது. അവനിൽ നമുക്ക് പാപമോചനം എന്നൊരു വീണ്ടെടുപ്പുണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നു. கர்த்தருக்கு மகிமை உண்டாகட்டும், ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. அருமையானவர்களே, பாவத்தை குறித்து நாம் சொல்லக்கூடுமானால், പ്രിയപ്പെട്ടവരെ, പാപത്തെ കുറിച്ച് നാം പറയുകയാണെങ്കിൽ மனிதனுக்கு இருக்கிற வயதை விட, അനുഭവത്തെ വിட പാപத்துக்கு വയത് അധികം. മനുഷ്യന്റെ ഇന്നുണ്ടായിരിക്കുന്ന ആയുസ്സിന്റേതായ ആ പ്രായത്തേക്കാൾ അധികം പാപത്തിന്റെ പ്രായം വലുതാണ്. കാരണം വേദം சொல்லுகிறது പിശാചാനവൻ ആദ്യം മുതൽ പാപം ചെയ്യുகிறான். എന്തുകൊണ്ടെന്നാൽ നാം വേദപുസ്തകത്തിലും വായിക്കുന്നു, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു. செய்கிறான் என்று நிகழ்காலத்திலே சொல்லப்பட்டிருக்கிறது. അവൻ ചെയ്യുന്നു എന്ന് ഈ വർത്തമാന കാലങ്ങളിലും പറയപ്പെടുന്നു. செய்தான், செய்து கொண்டும் இருக்கிறான். അവൻ പൂർവ്വകാലത്തിൽ ചെയ്തിരുന്നു, ഇപ്പോൾ ഈ വർത്തമാന കാലത്തും ചെയ്യുന്നു. அன்றைக்கு நாம் பிறக்கவில்லை, ഇങ്ങേ ഉലകത്തിൽ വരവില്ലേ, അവൻ ചെയ്തു കൊണ്ടിരുന്നാൻ. അന്ന് നാം ജനിച്ചില്ല, ഈ ലോകത്തേക്ക് കടന്നു വന്നില്ല, ആ നാളുകളിലും പിശാച് ഇങ്ങനെ ചെയ്തിരുന്നു. ആകയാൽ പാപം കൊടിതാണത്. പാപം എന്നത് വളരെ കാഠിന്യമുള്ള ഒന്നാണ്. മാത്രമല്ല വേദം എന്നെ சொல்றது പാപത്തെ കുറിച്ച്. അതുമാത്രമല്ല, പാപത്തെ കുറിച്ച് തിരുവെഴുത്തിൽ നാം എന്തു വായിക്കുന്നു? വേദത്തിൽ പലവിധமான പ്രതിഫലിപ്പുകൾ പാപത്തെ കുറിച്ച് சொல்லப்பட்டிருக்கு. പാപത്തിന്റെ പല അംശങ്ങളെ കുറിച്ച് നാം തിരുവെഴുത്തിൽ വായിച്ചറിയുന്നു. ദേവനുക്ക് സിദ്ധമാനത് അല്ലെങ്കിൽ പ്രമാണത്തെ മീറുவது പാപം. ദൈവ ഇഷ്ടം അല്ലെങ്കിൽ പ്രമാണം ലംഘിക്കുന്നത് തന്നെ പാപം തന്നെ. അനീതിയെല്ലാം പാപം. സകല അനീതിയും പാപം തന്നെ. ഉനക്ക് നന്മ ചെയ്യ ത്രാണി ഇരുന്നാലും നന്മ ചെയ്യാതെ ഇരിക്കുകയായേ അത് പാപം. നിനക്ക് നന്മ ചെയ്യുവാനുള്ള പ്രാപ്തി ഉണ്ടായിരിക്കുമ്പോൾ നീ അതിന് തക്കതായവരോട് ചെയ്യാതിരിക്കുന്നുവല്ലോ, അതും പാപം തന്നെ. ഉൻ മനതിൽ ഉണ്ടാകുന്നതാണ് പൊല്ലാத நினைவுகள்
തോറ്റങ്ങൾ അതും പാപം. നിന്റെ മനസ്സിൽ നിന്നുണ്ടായി വരുന്ന ദുഷ്ചിന്തകളും സകലവിധ നിരൂപണങ്ങളൊക്കെയും പാപം തന്നെ. மனிதனுடைய சரீரத்தை தீட்டுப்படுத்தக்கூடிய அளவில் அவன் இருதயத்திலிருந்து புறப்படுகிற அனைத்துமே பாவம் பாவம் പാപം. മനുഷ്യനെ അശുദ്ധമാക്കുന്ന വിധത്തിൽ അവന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതായ സകല സ്വഭാവങ്ങളും പാപം തന്നെ, പാപം തന്നെയാണ്. ഇவ்வளவு വൈദ്യ നിറഞ്ഞ പാപത്തിற்கு ഒരു വല്ലമൈ ഉണ്ട്. ഇത്രത്തോളം വയോധ്യമായ പാപത്തിനും ഒരു ശക്തിയുണ്ട്. റോമർക്ക് എഴുതിയ നിരുപം 7-ാം അധികാരത്തിൽ 24-ാം വചനത്തിൽ ഒരു നബർ ഓളമിട്ട് അழைக்கிறார். റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിലും ഒരു വ്യക്തി വളരെ നെടുവീർപ്പോടുകൂടി പറയുന്നു, 24-ൽ பார்க்கும் பொழுது ஐயோ நிர்பந்தமான மனுஷன் நான், யார் என்னை இந்த மரண சரீரத்திலிருந்து விடுவிக்க கூடும் என்று അവർ കൂക്കുരലിടുகிறாർ, ഓളമിടുகிறாർ. 24-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കുമെന്ന് വളരെ അരിഷ്ടാവസ്ഥയിൽ നിലവിളിച്ചു പറയുന്നു. ഏൻ இந்த താങ്ക முடியாத അവസ്ഥയിൽ അവർ അழைக்கிறார். എന്തുകൊണ്ട് ഇങ്ങനെ സഹിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ താൻ சொல்லுகிறது, நான் நன்மை செய்ய விரும்புகிறேன், ஆனாலும் நான் விரும்பாத தீமையை நான் செய்து விடுகிறேன். നാം 20-ാം വാക്യത്തിലും വായിക്കുന്നു, നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്നുവെങ്കിലും ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. കർത്തർക്ക് മഹിമ ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ പാപം അത് വല്ലമയുള്ളത്, നാം വിരുമ്പാതதை നമ്മை கொண்டு செய்யக்கூடியது, അത് മികുന്ന മരണത്തിൻ ശരീരത്തെ നമ്മിൽ ഉണ്ടാക്കக்கூடிയത്. പാപം എന്നത് വളരെ ശക്തിയുള്ളതാണ്. പല ദോഷപ്രവൃത്തികളെയും അത് നമ്മിലൂടെ ആ പാപം ചെയ്യുന്നു. അത് വളരെ അനീതിയുള്ളതായി കാണപ്പെടുകയും ചെയ്യുന്നു. ആകയാൽ இந்த பாவத்திலிருந்து ஒரு விடுதலை நம் எல்லாருக்கும் தேவையாக இருக்கிறது. எங்களை கேட்கிற அருமை நண்பனே, உன் பாவ வாழ்க்கையிலிருந்து விடுவிக்க இந்த சுவிசேஷம் ഉനക്ക് ഉദവിയാക ഇരിക്കട്டும். ഈ പാപ ജീവിതത്തിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്നത് നമ്മുടെ എല്ലാവരുടെയും താല്പര്യമാണ്. പാപം ചെയ്യുന്ന പ്രിയ സ്നേഹിത, നീ ആയിരിക്കുന്നതായ ജീവിത അനുഭവത്തിൽ നിന്ന് നിനക്കൊരു മോചനം ഉണ്ടാകട്ടെ. இந்த പാപത്തിലിருந்து மீட்கப்பட, ഈ പാപത്തിൽ നിന്ന് ഒരു വീണ്ടെടുപ്പ് പ്രാപിപ്പാൻ ഒന്ന് ആദ്യമായി എഫേസ്യർക്ക് എഴുതിയ നിരുപം 1-ാം അധികാരം 7-ാം വചനത്തെ പഠിക്കുമ്പോൾ, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, തമിഴ് വേദാഗമത്തിൽ വിധமாக இருக்கிறது. തമിഴിൽ ഇപ്രകാരം കാണപ്പെടുന്നു, അവരുடைய கிருபையின் ஐஸ்வரியத்தின்படி, അവന്റെ കൃപാ സമ്പന്നതയാൽ, ഇവരുடைய இரத்தத்தினாலே, ഇവന്റെ രക്തത്താൽ പാപ മன்னிப்பாகிய மீட்பு നമുക്ക് இருக்கிறது. പാപക്ഷമതയുടേതായ വീണ്ടെടുപ്പ് നമുക്കുണ്ടായിരിക്കുന്നു. என்ன அவருடைய கிருபையின் ஐஸ்வரியம்? അത് എന്താണ് അവന്റെ കൃപയുടെ സമ്പന്നത? என்ன ഇവருடைய രക്തം? എന്താണ് ഇവന്റെ രക്തം? യാരെന്ത അവർ? ആരാണവൻ? യാരെന്ത ഇവർ? ഇദ്ദേഹം എന്ന് പറയുന്നത് ഇയാൾ ആരാണ്? അവർ എന്ന് சொன்னால் പിതാവാകിയ ദേവൻ. അവൻ എന്ന് പറയുമ്പോൾ പിതാവായ ദൈവമാണ്. ഇവർ എന്ന് சொன்னால் കുമാരനാകിയ ദേവൻ. ഇദ്ദേഹം എന്ന് പറയപ്പെടുമ്പോൾ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവാണ്. പിതാവാകിയ ദേവനുക്കുள் கிருபையின் ஐஸ்வரியம் இருந்தது, மனிதனை பாவத்தில் இருந்து മன்നിക്കുമടിയാക മീட்കുമടിയാക. പിതാവായ ദൈവത്തിൽ കൃപയുടെ ഒരു സമ്പന്നത ഉണ്ടായിരുന്നു, മനുഷ്യനായിരിക്കുന്ന പാപത്തിന്റെ മധ്യം നിന്ന് അവനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി. ஆனால் அவர் தீமையை காண மாட்டாத சுத்த கண்ணன், அது பரிசுத்தத்தில் பயங்கரமானவர், ஆகையால் അത് അവരെ തടയി ചെയ്തത്. എന്നാൽ അവൻ ദോഷം കാണാത്ത നിർമ്മല കണ്ണുകളുള്ളവൻ, വിശുദ്ധിയിൽ ഭയങ്കരനാണ്. അങ്ങനെയുള്ള അനുഭവങ്ങൾ അവനെ തടസ്സം ചെയ്തില്ല. அதற்காகவே தம்முடைய குமாரனை பாவ மாம்சத்தின் சாயலாக, அவர் இரத்தமுள்ளவராக மாംസമുള്ളവராக இந்த பூமியில் அனுப்பினார். ദേവൻ മനിതനായി അവതരിത്താർ. അതിനായിട്ട് തന്റെ ഏകജാതനായ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിനെ മനുഷ്യ സാദൃശ്യത്തിലും ജഡപ്രകാരവും ഇഹലോകത്തേക്ക് പിതാവായ ദൈവം അയക്കുന്നു. യേശു ക്രിസ്തുവിനുடைய രക്തത്തിൽ പിതാവാകിയ ദേവനുடைய കൃപയിൻ ഐശ്വര്യം ഇരുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ പിതാവായ ദൈവത്തിന്റെ ആ കൃപയുടെ സമ്പന്നതയുണ്ടായിരുന്നു. കർത്തർക്ക് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ആകയാൽ ഞാൻ യേശു ക്രിസ്തുവിന്റെ രക്തത്തെ കുറിച്ച് ചൊല്ലുമ്പോൾ വിലയേറപ്പെട്ട രക്തം, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തെ കുറിച്ച് പറയുമ്പോൾ അത് വിലയേറിയ രക്തമാണ്, ജീവനുള്ള രക്തം, ജീവനുള്ള രക്തമാണെന്ന്, മേന്മയാണവരെ പേശും രക്തം, അത് ശ്രേഷ്ഠമേറിയ ഗുണകരമായ കാര്യങ്ങളെ സംസാരിക്കുന്ന രക്തമാണ്. പിതാവുடைய கிருபையின் ஐஸ்வரியம் இருந்தபடியினாலே அது மன்னிக்கிறது, മറக்கிறது. പിതാവിന്റെ കൃപയുടെ സമ്പന്നതയുടെ അനുഭവം ഉള്ളത് കൊണ്ട് അത് ക്ഷമിക്കുകയും സകലത്തെയും മറക്കുകയും ചെയ്യുന്നു. പിതാവിനുடைய கிருபையின் ஐஸ்வரியம் பிளஸ் യേശു ക്രിസ്തുവിന്റെ രക്തം,
ഈക്വൽ ടു പാപം മன்னிப்பு. പിതാവായ ദൈവത്തിന്റെ കൃപയുടെ സമ്പന്നത പ്ലസ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം അതിനെ സമം പാപക്ഷമതയുടെ ബോധം. கர்த்தருக்கு ஸ்தோத்திரம். കർത്താവിന് സ്തോത്രം. பிதாவினுடைய அந்த கிருபையின் ஐஸ்வரியத்தை நம் டிஎன்ஏ என்று வைத்து பிதாவின் டிஎன்ஏ ஆக இருக்கும் என்றால் ആ കൃപയുടെ പിതാവായ ദൈവത്തിന്റെ കൃപയുടെ സമ്പന്നത എന്നത് DNA ആണെന്ന് പറയുകയാണെങ്കിൽ அது மனிதனுடைய பாவப்பட்ட டிஎன்ஏக்குள் இயேசு கிறிஸ்துவின் ரத்தத்தின் மூலமாக வந்து ജന്മ സ്വഭാവം എன்ற ഇവരുടെ DNA ശുദ്ധീകരിക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തിലെ പാപ DNA ആകുന്ന രക്തത്തിന്റെ മധ്യേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള DNA പ്രവേശിക്കുകയും ജന്മ സ്വഭാവമുള്ള പാപത്തിൽ നിന്ന് ആ മനുഷ്യനെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. കർത്തർക്ക് സ്തോത്രം. കർത്താവിന് സ്തോത്രം. ഒരുവേളை நம்முடைய சாட்சியில் கூடி அந்த சகோதரன் சொன்னாரே மிகுந்த கொடிய பாவியாக இருந்தார் என்று சொன்னார். നമ്മുടെ സാക്ഷ്യം നാം കേട്ടല്ലോ. ആ സഹോദരനും പറഞ്ഞു താൻ വലിയ ക്രൂരനായ ഒരു പാപിയായ മനുഷ്യനായിരുന്നു. இன்றைக்கும் எங்களை கேட்டுக்கொண்டிருக்கிற அருமை அன்பனே நண்பனே, நீ நினைக்கலாம் என்னுடைய பாவத்தை எல்லாம் இயேசு கிறிஸ்துவினால் மன்னிக்க முடியாது, காரணம் அது அதிக அளவு உள்ளது என்று சொல்லலாம். ഇന്ന് ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ സ്നേഹിത, എന്റെ ജീവിതത്തിലെ പാപത്തെ ക്ഷമിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കൊണ്ട് സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ആ പാപം എന്നത് വളരെ ക്രൂരതയേറിയതും അധികമായി കാണപ്പെടുന്നു. வேதம் திருவசனம் சொல்லுகிறது மீறுதல் பெருகும்படி சொல்லுங்க. തിരുവെഴുത്തിൽ നാം വായിക്കുന്നു ലംഘനം പെരുകേണ്ടിടത്ത് ഒരേ മനുഷ്യരുടെ കീഴ്പ്പടിയാമിനാലേ അനേകർ പാപികളാക്കപ്പെട്ടതുപോലെ ഒരേ മനുഷ്യന്റെ ലംഘനത്താൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യ നീതി കീഴ്പ്പടിയതിനാലേ അനേകർ നീതിമാന്മാരാക്കപ്പെടുகிறார்கள். ഏകന്റെ ലംഘനത്താൽ പാപം പെരുകിയതുപോലെ ഒരേ മനുഷ്യന്റെ അനുസരണത്താൽ സകല മനുഷ്യരും നീതിമാന്മാരാക്കപ്പെടുന്നു. കർത്താവിന് സ്തോത്രം. ഉലകത്തിൽ പാപം പെരുകുന്നത് പോലെ ലോകത്തിലെ പാപം വർദ്ധിക്കുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൃപ പെരുകുகிறது. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ വർദ്ധിക്കുകയും ചെയ്യുന്നു. വേദം ரோமர் 5:20 சொல்லுகிறது பாவம் பெருகின இடத்திலே கிருபை பெருகிற்று என்று. റോമാലേഖനം 5:20 വായിക്കുന്നു പാപം ലംഘനം പെരുകിയിടത്ത് കൃപയും പെരുകി എന്ന് சொன்னால் അങ്ങനെ പറയുകയാണെങ്കിൽ പാപം செய்வதற்கு கிருபை பெருகும் என்றല്ല, പാപം ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല കൃപ വർദ്ധിക്കുമെന്നത്. இந்த பூமியில் அன்றைய தினத்தை பார்க்கலும் இன்றைய தினம் பாவம் செய்வதற்கும் பாவத்தில் வாழ்வதற்கும் மிகவும் அதிகமாக വസതി വായ്പകൾ പെരുകി വരുகின்றன. ഈ ഭൂമിയെ നാം എന്ന് ശ്രദ്ധിച്ചാൽ പൂർവ്വകാലങ്ങളിലുള്ള പാപത്തെക്കാൾ ഈ നാളുകളിൽ പാപം എന്നത് അധികം വർദ്ധിച്ചു. പാപം എന്നത് വളരെ സ്വാതന്ത്ര്യമായി ചെയ്യുന്ന വിധത്തിലുള്ള പാപ അനുഭവങ്ങളൊക്കെയും വർദ്ധിച്ചു കാണപ്പെടുന്നു. இந்த உலகத்தில் உள்ளதான பாவங்கள் பெருக பெருக கிறிஸ்துவினுடைய இரத்தத்தில் கிறிஸ்துவில் பிதாவினுடைய கிருபையின் ஐஸ்வര്യം പെരുകിക്കൊണ്ടേ இருக்கும் മன்னிப்பதற்காக. ഈ ലോകത്തിലെ പാപങ്ങൾ വർദ്ധിക്കുന്തോറും പിതാവായ ദൈവത്തിലുണ്ടായിരിക്കുന്ന കൃപയുടെ സമ്പന്നത കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താല് അത് അധികമായി വർദ്ധിച്ചു വരുന്നു. കാരണം മനുഷ്യന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതിന് വേണ്ടി. ആകയാൽ உன்னுடைய என்னை கேட்கிற அருமையான நண்பனே, உனது பாவங்கள் சிவேறிருந்தாலும் அதனை அவர் உறைந்த மழை போல் மாற்றுகிறார். உன்னுடைய பாவங்கள் அது ரத்தாம்பரத்தை போல் இருந்தாலும் அதை பஞ்சு போல் மாற்றுகிறார். அல்லேலூயா. ഹല്ലേലൂയ. പ്രിയ ദൈവവൈതലേ, നമ്മുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും അവൻ അത് മൃദുവാക്കി മാറ്റുന്നു. അത് രക്താംബരം പോലെ കാണപ്പെട്ടാലും അവൻ പഞ്ഞി പോലെ മാറ്റുകയും ചെയ്യുന്നു. ഒരു മുறை അമേരിക്ക ഐക്യ നാട്ടിൽ തന്ത എന്ന് അழைக்கப்படுகிற അബ്രഹാം ലിങ്കൻ, ഒരു പ്രാവശ്യം അമേരിക്ക ഐക്യനാഥന്റെ പിതാവെന്ന് വിളിക്കപ്പെടുന്ന അബ്രഹാം ലിങ്കൻ തന്റെ வாழ்க்கையில் നടന്ന ഒരു സംഭവത്തെ ഇവിധமாக എഴുതി வைத்திருக்கிறார். തന്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവത്തെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. അവർ ആட்சிக்கு വന്ന പിற்பாடு താൻ ഭരണത്തിലേക്ക് വന്നപ്പോൾ അവർ മരണ ദണ്ഡனை വിധിക്കപ്പെട്ട എല്ലാ ഖൈദികളെയുമേ അവരുടെ മരണദണ്ഡനെ മാറ്റിവിട്ട് അവരെ ആയുൾ ദണ്ഡനയാக മാറ്റിനാർ. തൂക്കിക്കൊല്ലുവാനായി വിധിക്കപ്പെട്ടതായ എല്ലാ തെറ്റുകാരെയും കുറ്റക്കാരെയും അവരുടെ ആ വിധി മാറ്റിയിട്ട് ജീവപര്യന്തം ശിക്ഷയായിട്ട് മാറ്റി. കാരണം അവർക്ക് മനം തിരുമ്പി വാഴ്വதற்கு ഒരു വായ്പളിക്കുമ്പടിയാകவே ഇവർ அந்த சட்டத்தை கொண்டு வந்தார். എന്തുകൊണ്ടെന്നാൽ അവരുടെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടായി വീണ്ടും നല്ലൊരു ജീവിതം ചെയ്യണമെന്ന അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു നിയമം പാസാക്കി. അവിധமாக இருக்கும் பொழுது அந்த நாட்களிலே அந்த அமெரிக்க ஐக்கிய தேசத்திலே உள்நாட்டு போர் நடந்தது. ആ കാലഘട്ടത്തിൽ ആ അമേരിക്ക രാജ്യത്തിൽ ആഭ്യന്തര യുദ്ധം നടന്നു. அந்த யுத்தத்திலே இவ்விதமாக இந்த அருமை ஆபிரகாம் லிங்கன் அவர்கள் சொன்னார்கள்,
இப்படிப்பட்ட கைதிகள், ஜெயிலில் இருக்கிறதான கைதிகள் வேண்டும் என்று சொன்னால், ஆயுள் கைதிகள், நீங்களும் യുദ്ധத்திற்கு പോകலாம். ഇങ്ങനെ യുദ്ധം സംഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അബ്രഹാം ലിങ്കൻ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ജയിലിലൊക്കെ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ആ തടവുകാർക്കെല്ലാം ആ യുദ്ധത്തിൽ പോയി പങ്കെടുക്കാം. இவ்விதமாக யுத்தம் நடந்து கொண்டிருந்தது. ഇങ്ങനെ ആ യുദ്ധങ്ങൾ നടന്നു വന്നു. ஒரு நாள் ஆபிரகாம் லிங்கன் யுத்தக்களத்தை பார்வையிடும்படியாக போனார். ഒരു ദിവസം ആ യുദ്ധം നടക്കുന്ന സ്ഥലം കാണുവാനായി അബ്രഹാം ലിങ്കൻ അവിടേക്ക് പോയി. அப்பொழுது ஒரு நபர், ஒரு அமெரிக்க ராணுவ வீரன், அவன் മരിച്ചിരിക്കാൻ, അവന്റെ മരിച്ചിരിക്കக்கூடிய നില ഒരു വ്യത്യാസமாக ഇരുന്നത്. ആ സമയത്ത് ആ അമേരിക്കയിലെ ഒരു സൈന്യത്തിൽ ഉൾപ്പെട്ടതായ ഒരു വ്യക്തി മരിച്ചിരിക്കുന്നു. അദ്ദേഹം മരിച്ചു കിടക്കുന്നതായ കാര്യം ഒരു വ്യത്യാസമായി തന്നെ തോന്നി. ஏதோ தன்னுடைய அந்த செயினில் இருந்ததான அந்த ஐகான் அல்லது லாக்கெட் என்று சொல்வார்களே, அந்த டாலர், அதை வாயில் வைத்து മുത്തം ചെയ്തവനാക അന്ത നിലയിലേ അവന് ഇറந்து அந்த സടലം ഇരുന്നത്. തന്റെ കഴുത്തിൽ ഒരു ചെയിൻ ഉണ്ടായിരുന്നു, അതിലൊരു ലോക്കറ്റ് ഉണ്ടായിരുന്നു. ആ ലോക്കറ്റിനെ ചുംബിക്കുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ ശവശരീരം അവിടെ കാണപ്പെട്ടത്. ഉടനടി ആബ്രഹാം അവர்கள் அதிர்ச்சியுற்று தன்னுடைய மைக்காவலின் இடத்தில் சொன்னார், ഉടനെ ഓടിപ്പോയി അത് എന്നെ എന്ന് പാരെന്ന് சொன்னார். ആ സമയത്ത് ഇത് കണ്ട അബ്രഹാം ലിങ്കൻ സ്തംഭിച്ചു, അത്ഭുതപ്പെട്ടു പോയി. അത് മാത്രമല്ല, തന്റേതായ അംഗരക്ഷകനെ വിളിച്ചിട്ട് ആ സംഭവം എന്താണെന്ന് നോക്കി വരുവാൻ അറിയിച്ചു. ഇവർ நினைத்தார் ஒருவேளை இவனுக்கு பிரியமான அவன் தன்னுடைய தாயாக இருக்கலாம், தந்தையாக இருக்கலாம், அல்லது மனைவியாக இருக்கலாம், யாருடைய போட்டோவோ இருக்கலாம். அது நிமித்தம் அவன் കടൈസി നേരത്തിൽ അവർ നിனைത്തുകൊണ്ടേ അവർ മുത്തമിട്ട് അവർ മരിച്ചിരിക്കണം എന്ന് നിனைத்தார். ഇദ്ദേഹം ചിന്തിച്ചു, ഒരുപക്ഷെ ആ സൈനികന്റെ അമ്മയോ അപ്പനോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആരെങ്കിലും ആയിരിക്കും താൻ മരിക്കുന്ന ആ സമയത്ത് ആ ലോക്കറ്റിൽ ചുംബിച്ചിട്ട് താൻ തന്റെ പ്രാണനെ വിട്ടു എന്ന് കരുതി. സറ്റു നേരത്തിൽ അവർക്ക് ഒരു അതിർച്ച കാത്തിരുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ താൻ അത്ഭുതപ്പെടുന്ന ഒരു വിഷയം അവിടെ ഉണ്ടായി. ഓടി വന്ന് சொன்னான், ஐயா, അത് അവனுடைய തായ് തந்தை யாருடைய ഫോട്ടോ ഇല്ലേ? ആ അംഗരക്ഷകൻ ഓടി വന്നിട്ട് പറഞ്ഞു, സാറേ, ഇത് അദ്ദേഹത്തിന്റെ അപ്പനോ അമ്മയോ മറ്റു പ്രിയപ്പെട്ട ആരുടെയും ഫോട്ടോ അല്ല. ഇവർ കേട്ടാർ, പിന്നെയാ? അദ്ദേഹം ചോദിച്ചു, പിന്നെ ആരുടേത്? അയ്യാ, അത് ഉங்களுடைய ഫോട്ടോ தான் இருக்கிறது. സാർ, അത് നിങ്ങളുടെ ഫോട്ടോ തന്നെയാണ്. ஐயா, உங்களுடைய ഫോട്ടോ தான் அதில் இருக்கிறது. സാർ, നിങ്ങളുടെ ഫോട്ടോ തന്നെയാണ് അതിലുള്ളത്. உங்களை മുത്തമിട്ട് കൊണ്ടേ அந்த ராணுவ வீரன் മരിച്ചിരിக்கிறார். നിങ്ങളെ ചുംബിച്ചിട്ട് തന്നെയാണ് ആ സൈനികൻ മരിച്ചിരിക്കുന്നത്. ഉടനടിயாக വിசாരണை അലുവലകത്തിൽ വിസാരിക്ക சொன்னார். ഉടൻ തന്നെ അന്വേഷണ കേന്ദ്രങ്ങളിൽ ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുവാനായി പറഞ്ഞു. அப்பொழுது வந்ததானே அந்த விசாரணை தகவல்கள் இவ்விதமாக சொன்னது, நான் ஒரு மரணத்திற்கு ஏதுவாக நியமிக்கப்பட்டிருந்த ഒരു മരണ ദണ്ഡന വിധിക്കപ്പെട്ട ഒരു മനിതനാக ഇരുന്നേൻ. അവരുടെ അന്വേഷണത്തിൻ്റെതായ അവസാനമായി ഇപ്രകാരം ആണ് അറിയിക്കപ്പെട്ടത്, ഞാൻ തൂക്കിക്കൊല്ലുവാൻ വിധിക്കപ്പെട്ടതായ ഒരു തടവുകാരനായി കാണപ്പെട്ടു. ஆனால் என்னை அருமையான எங்களுடைய அதிபர் அவர்கள் என்னை மீட்டுக் கொண்டார். എന്റെ ഭരണാധികാരിയോ ആ മരണത്തിന്റെ പക്കൽ നിന്ന് എന്നെ വീണ്ടെടുക്കുകയും ചെയ്തു. இவ்விதமாக மீட்டுக் கொண்ட இவருக்கு ஆயுசு நாட்களை நான் அர்ப்பணிக்கிறேன் என்ற அர்த்தத்தில் அந்த வீர மரணத்தை அந்த காவலில் இருந்தவன் ஆயுள் தண்டனை கைதி ഏറ്റുകൊണ്ടാൻ. എന്റേതായ തൂക്കിക്കൊല്ലുവാനുള്ള വിധി മാറ്റി എനിക്ക് ജീവനെ സൗജന്യമായി തന്ന അദ്ദേഹത്തിന് തന്നെ ഞാൻ എന്റെ ജീവനെ അർപ്പിക്കുന്നു എന്ന് ആ സൈനിക പടയാളി തീരുമാനിച്ച് തന്റെ ജീവനെ അപ്രകാരം ഏൽപ്പിച്ചു കൊടുത്തു. இந்த மாலை வேளையிலே அப்படிப்பட்டதான ஒரு கைதியின் நிலவரத்தில் குற்ற மனசாட்சியுடன் பாவத்தினுடைய பிடியில் அகப்பட்டிருக்கிற எனது நண்பனே, உனக்காக ஒருவர் உன்னை மீட்கும்படியாக இதோ கடந்து வந்திருக்கிறார். அவர் சிலுவையில் தொங்கிக் കൊണ്ടിരിக்கிறார். ഇന്ന് സന്ധ്യാവേളയിലോ ദൈവസന്നിധിയിലായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിലോ, പ്രിയ സ്നേഹിത, ഞാനൊരു തെറ്റുകാരനാണെന്ന് ഒരു കുറ്റം മനസാക്ഷിയോടെ നീ കാണപ്പെടുന്നുവെങ്കിൽ, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കുവാൻ സർവശക്തനായ ഒരുവൻ നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. അവർ യേശു ക്രിസ്തു ഇതോ ഇങ്ങേ ഇരിக்கிறார். ആ കർത്താവായ യേശു ക്രിസ്തു അവൻ നമ്മുടെ മധ്യേ ഉണ്ട്. അവരുടെ രക്തം ഉനക്കാകவே சொட்டு சொட்டாக கடைசி சொட்டு ரத்தத்தையும் உன்னை மீட்கும்படியாக மீட்பின் விலையாக കൊടുത്തിരിக்கிறார். ആ കർത്താവായ യേശു ക്രിസ്തു തന്റെ ശരീരത്തിലെ അവസാന തുള്ളി രക്തത്തെയും നിന്നെ വീണ്ടെടുക്കുവാനായി ഒരു വീണ്ടെടുപ്പ് വിലയായി അവനെ അത് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. இந்த மாலை வேளையில் நீ உன் இருதயத்தை ஒப்புக் கொடுப்பாயானால், ഇന്ന് സന്ധ്യാവേളയിലും നീ നിന്റെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ, நித்திய ஆவியினாலே ஜீவனுள்ள தேவனுக்கு ஊழியம் செய்யும்படியாக நம்முடைய மனசாட்சியை சுத்திகரிக்கிற இயேசு கிறிஸ்துவினுடைய இரத்தம் இந்த மாலை வேளையில் உங்களையும் சுத்திகரிக்கும் என்று கர்த்தர்
சொல்கிறார். നിത്യാത്മാവിനാൽ നമ്മുടെ ദുർമനസാക്ഷി നീങ്ങുമാറ് നമ്മെ കഴുകി വിശുദ്ധീകരിക്കുന്നതായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം ഇന്ന് സന്ധ്യാവേളയിലും നിങ്ങളെ ശുദ്ധീകരിക്കുമെന്ന് പറയപ്പെടുന്നു. വിലയേറപ്പെട്ട തിരുരക്തമേ അവർ വിലാവിൽ നിன்று പായുതേ. വിലയേറപ്പെട്ട തിരുരക്തമേ അവർ വിലാവിൽ നിன்று പായുതേ. விலையேறப்பெற்றோனாய் உன்னை மாற்றவில்லையானரே. விலையேறப்பெற்றோனாய் உன்னை மாற்றவில்லையானரே. கல்வாரியில் கருணையிதே காயங்களில் காணுதே. கர்த்தன் യേശു പാരുണക്കാ കഷ്ടങ്ങൾ സഹിത്താരേ. കർത്തൻ യേശു പാരുണക്കാ കഷ്ടങ്ങൾ സഹിത്താരേ. വിലയേറപ്പെട്ട തിരുരക്തമേ അവർ വിലാവിൽ നിன்று പായുതേ. உனக்காக உனக்காக உலகமே அவர் விலையேறப்பெற்றோனா உன்னை மாற்றவில்லையானரே. ஒப்படைத்தா விலையேறப்பெற்றோனா உன்னை மாற்றவில்லையானரே. விலையேறப்பெற்றோனாய் உன்னை மாற்றவில்லையானரே. விலையேறப்பெற்றோனா. Yes, thank you Lord our Father, we praise you God. Amen, hallelujah Jesus. യേശു ക്രിസ്തുവിന്റെ രക്തം വിലയേറപ്പെട്ട രക്തം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം വിലയേറിയ രക്തമാണ്. அந்த ரத்தம் ஒரு மனிதனை கழுவினால் அவன் விலையேறப்பட்டவனாகத்தான் மாற முடியும். ആ രക്തം കൊണ്ട് ഒരു മനുഷ്യനെ കഴുകിയാൽ അവനും വിലയേറിയവനായി തീരുന്നു. இன்றைக்கு அந்த ரத்தம் அநேகரை தொட்டு இருக்கிறது. ഇന്ന് ആ രക്തം അനേകരെയും സ്പർശിച്ചിട്ടുണ്ട്. கர்த்தருக்கு மகிமை உண்டாகும். ദൈവത്തിന് മഹത്വം ഉണ്ടാകും. கழுதையின் தலையீற்றை ஆட்டுக்குட்டியினால் மீட்டுக் கொள்வாயாக. ആ കഴുതയുടെ കടിഞ്ഞൂണിനെ കുഞ്ഞാടിനെ കൊണ്ട് വീണ്ടെടുത്തു കൊള്ളണം. கிறிஸ்துவில் நமக்கு தேவன் என்ன மீட்டு வைத்திருக்கிறார்? കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവം നമുക്ക് എന്ത് വീണ്ടെടുപ്പാണ് വെച്ചിട്ടുള്ളത്? மீட்கும்பொருளாக எதற்காக தன்னை ஒப்பு கொடுத்தார்? കർത്താവായ യേശു ക്രിസ്തു താൻ ഒരു വീണ്ടെടുപ്പ് വസ്തുവായിട്ട് എന്തുകൊണ്ട് അവൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു? நாம் பார்க்கும் பொழுது നാം തുടർന്ന് ചിന്തിക്കുമ്പോൾ യെശയ്യാ 53 அதிகாரம் 5 வசனத்தை ഒന്ന് പഠിக்கலாம். യെശയ്യാ പ്രവചന പുസ്തകം 53:5 വായിക്കുമ്പോൾ மீறுதல்கள் நிமித்தம் அவர் காயப்பட்டு நம்முடைய அக்கிரமங்களின் நிமித்தம் அவர் நொறுக்கப்பட்டார். நமக்கு சமாதானத்தை உண்டு பண்ணும் ஆக்கினை அவர் மேல் வந்தது. அவருடைய தழும்புகளால் குணமாகிறோம். എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. പൂർണ്ണ വടിവിലും ആരോഗ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതാണ് മനുഷ്യൻ. എവിധமாக അവൻ വ്യാധിസ്ഥനാக മാറുകയാണ്? നല്ല സ്വരൂപത്തിലും നല്ല ആരോഗ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതായ ഒരു മനുഷ്യൻ പിന്നെ എന്തുകൊണ്ട് താൻ രോഗിയായി തീരുന്നു? என்றைக்கு மனிதன் பாவம் செய்தானோ அன்றைக்கு அவன் சரீரத்திலும் വ്യാധി കുടികൊള്ള തുടങ്ങിവിട്ടത്. മനുഷ്യൻ എന്ന് പാപം ചെയ്തുവോ അന്നു മുതൽ രോഗമെന്നത് അവന്റെ ശരീരത്തെ ഭരിക്കുവാൻ ആരംഭിച്ചു. ബലഹീനം അവനുക്കുൾ തങ്ങിയിരുന്നത്, ബലഹീനത എന്നത് അവനുള്ളിൽ വസിക്കുവാൻ ആരംഭിച്ചു. പൂർണ്ണ ആയുസ്സുള്ളവൻ ഇപ്പോഴത് മുതുമ എൻകിற അടിമത്തനத்துக்கு ആളാകിവിട്ടാൻ. നല്ല ദീർഘായുസോട് ജീവിച്ച മനുഷ്യരൊക്കെയും ഇന്ന് വയോധ്യം വാർദ്ധക്യം എന്നതായ അനുഭവത്തിന് അടിമപ്പെട്ടുപോയി. കർത്തർക്ക് മഹിമ ഉണ്ടാകട്டும். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. அநேகரும் கீழே பாயில் இருக்க முடியாமல் கால் வேதனை ஆனபடினால் நீங்கள் அநேகர் இந்த
சேரில் இருக்கிறீர்கள், അനേകരും താഴെ நாற்காலியில் இருக்கிறீர்கள். അനേകരും താഴെ പായിലിരിക്കുവാൻ കഴിയാതെ കാലൊക്കെ വേദനയുള്ളത് കൊണ്ട് കസേരയിൽ ഇരിക്കുന്നു. எப்படி இந்த வேதனை வந்தது? ഇങ്ങനെയുള്ള വേദനകളൊക്കെ എങ്ങനെ ഉണ്ടായി? மனிதன் பாவம் செய்த பொழுது அவனுக்குள்ளாக இந்த வேதனையும் வந்து விட்டது. മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള വേദനകൾ മനുഷ്യന്റെ ഉള്ളിൽ പ്രവേശിച്ചു. நான் ஒன்றை சொல்லுகிறேன், ഞാൻ ഒരു കാര്യം പറയുന്നു, பிசாசு மனிதனை அழிக்க வந்தான், പിശാച് മനുഷ്യനെ നശിപ്പിക്കുവാനായിട്ട് വന്നു. இயேசு கிறிஸ்து அவனை அழிக்க வந்தான். എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പിശാചിനെ നശിപ്പിക്കുവാനായി பிசாசு വന്നു. மனிதனை அழிக்க வந்தான், പിശാച് മനുഷ്യനെ നശിപ്പിക്കുവാൻ വന്നു. தேவனோ அவன் கிரியைகளை அழிக்க வந்தான். എന്നാൽ നമ്മുടെ ദൈവമോ അവന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാൻ വന്നു. அழித்தும் இருக்கிறார். അവൻ അങ്ങനെ അഴിച്ചുമിരിക്കുന്നു. ஹல்லேலூயா. ഹല്ലേലൂയ. இந்த ஏசாயா 53:5 வசனத்திலே ഈ യെശയ്യാ പ്രവചന പുസ്തകം 53:5 அங்கே 3 விதமான வியாதி சுகமளித்தலை நாம் காண்கிறோம். 3 വിധ സൗഖ്യം നൽകുന്ന അനുഭവത്തെ കുറിച്ച് നാം കാണുന്നു. கர்த்தருக்கு மகிமை உண்டாகட்டும். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ஒன்று, மீறுதல் அக்கிரமம் நிமித்தம் அவர் காயப்பட்டார், நொறுக்கப்பட்டார். അവൻ അതിക്രമ നിമിത്തം മുറിവേറ്റും അകൃത്യം നിമിത്തം തകർന്നുമിരിക്കുന്നു. அது ஆவியில் உண்டாகக்கூடிய குணமடைதல், അത് ദേഹിയിൽ ഉണ്ടായിരിക്കുന്ന സൗഖ്യത്തിന്റെ അനുഭവം. அடுத்து சமாதானம் உண்டு பண்ணும் ஆக்கினி அடைந்தது, அது இருதயத்தில் உண்டாகக்கூடிய സുഖമാകുതൽ. സമാധാനത്തിനുള്ള സമാധാനത്തിനുള്ള ഒരു ശിക്ഷാവിധി എന്നത് ആത്മാവിൽ സംഭവിക്കുന്ന ഒരു സൗഖ്യത്തെ വെളിപ്പെടുത്തുന്നു. അടുത്തപടിയാக തഴമ്പുകളാൽ നാം ശരീരത്തിൽ നാം ഗുണമടയുകയും തുടർന്ന് അവന്റെ അടിപ്പിണരുകളാൽ നമ്മുടെ ശരീരത്തിലും നാം സൗഖ്യം പ്രാപിക്കുന്നു. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. ആകയാൽ ആയതുകൊണ്ട് ചിലർ ചിന്തിക്കുന്നു, ആണ്ടവർ எப்பொழுதுமே சுகமாக்குவதில்லை, കർത്താവ് എപ്പോഴും സൗഖ്യമൊന്നും വരുത്തുന്നില്ല. അവർക്ക് സിദ്ധമാനപടി സിദ്ധமான നേരത്തിൽ സിദ്ധമിരുന്നാൽ സുഖമാക്കും. കർത്താവിന് മനസ്സുണ്ടെങ്കിൽ മനസ്സുള്ള സമയത്ത് ആ മനസ്സിനൊത്തവണ്ണം സൗഖ്യം വരുത്തുന്നു. ഒരു ஊழியர் വിധமாக പ്രസംഗം ചെയ്തു കൊണ്ടിരുந்தார். ഒരു ശുശ്രൂഷകൻ ഇപ്രകാരം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. அந்த வழியாக போன பொழுது വണ്ടി നിർത്തിവിട്ട് കേട്ടോം. ആ വഴിയായിട്ട് കടന്നു പോകുന്ന സമയത്ത് വാഹനത്തെ നിർത്തി അത് ശ്രദ്ധിച്ചു. വ്യാധിക്കാണ് 7 കാരണങ്ങളെ ചൊല്ലിക്കൊണ്ടിരുந்தார். രോഗം ഉണ്ടാകുവാനുള്ള 7 കാരണത്തെ കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അരുമയാக இருந்தது, നല്ല മനോഹരമായി തോന്നി. കടസിயாக ഒരു ഗുണ്ട് പോട്ട് വിട്ടാർ. അവസാനമായിട്ട് ഒരു ബോംബ് എടുത്തിട്ടു. என்ன அந்த குண்டு? എന്താണ് ആ ബോംബ്? தேவன் நமக்கு வியாதி தருவார். ദൈവമാണ് നമുക്ക് രോഗങ്ങളെ തരുന്നതെന്ന്. எவ்வளவு பெரிய அறியாமை, എത്ര ഭോഷത്വമായ കാര്യമാണ്. எவ்வளவு பெரிய அறியாமையுடைய இருள் இருக்கிறது. എത്രത്തോളം ഭോഷത്വം നിറഞ്ഞ ഒരു ഇരുട്ടിന്റെ അനുഭവം. நான் உங்களுக்கு அடித்து சொல்லுகிறேன், நமது தேவன் சர்வ வல்லமையுள்ளவர், தீமைக்கு காரணர் அல்ல, ഒരു നാളും അവർ വ്യാധിയെ തരുகிறവരല്ല. ഞാൻ വളരെ ഉറപ്പോട് നിങ്ങളോട് പറയുന്നു, നമ്മുടെ ദൈവം കരുണാസമ്പന്നനായ ദൈവം, അവൻ ഒരിക്കലും തിന്മയോ രോഗങ്ങളെയോ നിങ്ങളുടെ ശരീരത്തിൽ കൊണ്ടുവരുന്നില്ല. ആകയാൽ നമ്മുടെ അറിയാமை നിമിത്തமாக என்னை தேவன் என்னை அடித்து விட்டார், தேவனுக்கு வியாதியை கொடுத்து விட்டார் என்று யாரும் சொல்லாதிருங்கள். ഒരിക്കലും നമ്മുടെ അറിയായ്മയാൽ ദൈവമാണ് എനിക്ക് രോഗത്തെ തന്നത്, ദൈവമാണ് ഇതെങ്ങനെ അനുവദിച്ചത് എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. പിശാചിനുடைய പൊയ് തന്ത്രം, അത് പിശാചിന്റെ ഫോഷ്കായ ഒരു പ്രവൃത്തിയാണ്. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. മത്തായി 8:2 ഒരു കുഷ്ഠരോഗി ആണ്ടവരിടത്തിൽ സുഖത്തുക്കാക വന്നാർ. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് സൗഖ്യത്തിനായി കടന്നു വരുന്നു. അപ്പോൾ അവൻ കേട്ട, ആണ്ടവരേ ഉമക്ക് സിദ്ധമാനാൽ എന്നെ സുത്തമാക്കും. അപ്പോൾ അവൻ കർത്താവിനോട് ചോദിക്കുന്നു, കർത്താവേ, മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണം. ആണ്ടവർ சொன்னடே இங்க வா, எனக்கு சித்தமுண்டு சுத்தமாகணும். ഉടൻ തന്നെ കർത്താവ് അവനെ അരികിൽ വിളിച്ചിട്ട് പറയുന്നു, എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യം പ്രാപിച്ചു കൊള്ളുക. സിദ്ധമാനാൽ സുത്തമാ. அப்படி என்ன அர்த்தம்? அவன் மைண்ட்ல என்ன வச்சிருக்கான்? നിനക്ക് മനസ്സുണ്ടെങ്കിൽ സൗഖ്യം തരണമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവന്റെ ചിന്ത എങ്ങനെയുള്ളതാണ്? இந்த വ്യാധി ആണ്ടവർ எனக்காக കൊടുത്തதாக இருக்கலாம். ഒരുപക്ഷെ ദൈവമായിരിക്കും ഇങ്ങനെ ഒരു രോഗം എനിക്ക് അനുവദിച്ചു തന്നത്. ஆண்டவர் சிலர் இருப்பாங்க, ஆண்டவர் பரிசுத்தமாக்குகிறார். എന്തുകൊണ്ടെന്നാൽ ദൈവം വിശുദ്ധീകരിക്കുന്നവൻ. எங்களுடைய பரிசுத்தவான்கள் எங்களுக்கு சொல்லிக் கொடுத்த சத்தியங்களை உங்களுக்கு பகிர்ந்து கொள்கிறோம். ഞങ്ങളുടെ വിശുദ്ധന്മാർ ഞങ്ങളോട് പറഞ്ഞു തന്നതായ സത്യത്തെയാണ് നിങ്ങളോട് ഉപദേശിക്കുന്നത്. ஆண்டவர் வியாதி கொடுத்து தான் எல்லாரும் பரிசுத்தமாக்குவார். சொன்னா இந்த பிரதருக்கு ஒரு வியாதி, எனக்கு ஒரு வியாதி, இங்க இருக்கிற எல்லாருக்கும் ஒரு வியாதியை கொடுத்துட்டு, மக்களே நீங்கள் எல்லாரும் இந்த வியாதினால பூர்ணப்பட்டுக் கொள்ளும் കേട്ടോ என்று മലയാളത്തിലോ തമിഴിലോ ആംഗ്ലത്തിലോ சொல்லிவிடுவார். ദൈവം ഇങ്ങനെ രോഗങ്ങൾ നൽകിയിട്ടാണ് സൗഖ്യം അവരെ ശുദ്ധീകരിക്കുന്നതെങ്കിൽ ഈ ബ്രദറിനെയും എന്നെയും എല്ലാവരെയും രോഗങ്ങൾ കൊടുത്തതിന് ശേഷം, പ്രിയ, നിങ്ങൾ രോഗം മാറി സൗഖ്യം പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ചു കൊള്ളുക എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏതെങ്കിലും ഒരു ഭാഷയിൽ, നന്മയാണ് എന്ത് ഈവും ജ്യോതികളിൻ പിതാവിനിടത്തിൽ നിന്ന് വരും, തീമൈ വരുവതില്ലേ. എല്ലാ നല്ല ദാനവും
ഉയരത്തിൽ വെളിച്ചം കണ്ട പിതാവിന്റെ പക്കൽ നിന്നും വരുന്നു. അവിടെ നിന്ന് ദോഷപ്രവർത്തികളൊന്നും വരുന്നതുമില്ല. கர்த்தருக்கு மகிமை உண்டாகட்டும். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ஆகையால் வியாதியை குறித்து அறிவற்றவர்களாக இருக்காதீர்கள். ആയതുകൊണ്ട് രോഗത്തെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവില്ലാത്തവരായി നിങ്ങൾ ജീവിക്കരുത്. ஒரு நாளும் தேவன் நம்மை தீமையினால் சோதனை செய்கிறவர் அல்ல. ഒരിക്കലും ദൈവം ദോഷപ്രവർത്തികൾ കൊണ്ട് നമ്മെ പരീക്ഷിക്കുന്നവനല്ല. அவர் அன்பானவர், அரவணைக்கிறவர், கருணை உள்ளவர். നമ്മുടെ ദൈവം സ്നേഹസ്വരൂപനായ കരുണാസമ്പന്നനായ ദൈവമാണ്. கர்த்தருக்கு மகிமை உண்டாகட்டும். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. இந்த வியாதிக்கு காரணம் என்ன? അങ്ങനെയാണെങ്കിൽ ഈ രോഗം ഉണ്ടാകുവാനുള്ള കാരണം എന്താ? பழைய ஏற்பாட்டுல 2 உதாரணம் சொல்றேன், புதிய ஏற்பாட்டுல ஒரு உதாரணம் சொல்றேன். പഴയ നിയമ അനുഭവത്തിൽ നിന്ന് 2 ഉദാഹരണവും പുതിയ നിയമ അനുഭവത്തിൽ നിന്ന് ഒരു ഉദാഹരണവും പറയാം. പാപം മാത്രമല്ല പാപം വ്യാധിക്ക് കാരണം. പാപം മാത്രമല്ല രോഗമുണ്ടാകുവാനുള്ള കാര്യം. പാപം വ്യാധിക്ക് കാരണം. പാപം എന്നത് രോഗമുണ്ടാകുവാനും ഒരു കാരണമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പാപ പരിഹാരത്തിൽ தான் വ്യാധിക്കാன പരിഹാരം ഉള്ളടങ്ങി இருக்கிறது. പാപ പരിഹാരത്തിന് ഒത്തവണ്ണം രോഗത്തിനുള്ളതായ ഒരു പരിഹാരവും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ലേവിയരാകും 14 അധികാരത്തിൽ പഠിക്കുമ്പോൾ, ലേവിയ പുസ്തകം 14 അധ്യായത്തിൽ വായിക്കുമ്പോൾ, അങ്ങേ കുഷ്ഠരോഗി ഗുണമാകും പൊഴുது അവനുക്കുള്ളതാണ് പാപ നിവർത്തിയെ കുറിച്ച് சொல்லப்பட்டிருக்கிறது. ഒരു കുഷ്ഠരോഗി സൗഖ്യം പ്രാപിക്കുമ്പോൾ അവൻ പ്രായച്ചിത്തമായി ചെയ്യേണ്ടുന്ന കാര്യത്തെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. അതിന്റെ 18 വസനത്തിൽ പഠിക്കുമ്പോൾ, അതിന്റെ 18 വാക്യത്തിൽ വായിക്കുമ്പോൾ, അവനക്കാக പാപ നിവർത്തി ചെയ്യുന്നதை കാട്ടുகிறது. അവന് വേണ്ടി ഒരു പ്രായച്ചിത്തം ചെയ്യുന്നതായ ഒരു അനുഭവത്തെ കുറിച്ച് വായിക്കുന്നു. അവനക്ക് വ്യാധി താനേ, അവന് രോഗമാണല്ലോ, அதுக்காக പാപ നിവർത്തി ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഒരു പ്രായച്ചിത്തം ചെയ്യണം? അങ്ങേ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് അവനുடைய വ്യാധിക്ക് കാരണം പാപമേ. അവിടെ പറയപ്പെടുന്നതോ അവന്റെ രോഗത്തിന്റെ കാരണം പാപമത്രേ. എന്നാകും 16 അധികാരത്തിലേക്ക് വരുമ്പോൾ, സംഖ്യാപുസ്തകം 16 അധ്യായത്തിലേക്ക് വരുമ്പോൾ, അങ്ങേ കോരാകും അവനെ ചേർന്നവர்களுം, അവിടെ കോരാകും അവനോട് കൂടെയുള്ളവരും, ഏകദേശം വേദപണ്ഡിതர்கள் சொல்லுவாங்க 250 പേർ ചേർന്ന ഒരു സംഘം, ഏതാണ്ട് 250 പേർ ചേർന്നതായ ഒരു സംഘം എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നു. നടത്തിപ്പുകാർക്ക് വിരോധമായി അവർ പേശിനാർ. അന്നുണ്ടായിരുന്ന നടത്തിപ്പുകാർക്ക് വിരോധമായി അവർ സംസാരിച്ചു. അതിനിമിത്തം ഭൂമി പിളർന്നത്, അവസാനമായി ഭൂമി നിമിത്തമാകെ അത് മുഖാന്തരം ഭൂമി പിളർന്നു, വാതൈ വന്നത്, അവിടെ ബാധയുണ്ടായി. എന്നാൽ ആ സ്ഥലത്ത് 16 അധികാരം 48 വസനത്തിലെ 16 അധ്യായത്തിന്റെ 48 വാക്യത്തിൽ പ്രധാന ആസാര്യനായ ആരോൻ, മഹാപുരോഹിതനായ അഹരോൻ ചില പ്രായശ്ചിത്തങ്ങളെ ചെയ്തുവിട്ട്, ചില പ്രായശ്ചിത്തമായ കാര്യങ്ങൾ ചെയ്തിട്ട്, ഉയരോട് ഇരിക്കുന്നവർക്കും സെത്തവർക്കും നടുവേ നിன்றான், ജീവിക്കുന്നവരുടെയും മരിച്ചവരുടെയും മധ്യേ അവൻ നിന്നു. அப்பொழுது வாதை நிறுத்தப்பட்டது என்று வேதம் தெளிவாக சொல்கிறது. അപ്പോൾ ബാധ നിന്നുപോയി എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. உன்னுடைய என்னுடைய பாவங்கள் நிமித்தமாக வந்த வியாதிகளை செத்தவர்களுக்கும் மரித்தவர்களுக்கும் இடையாக இயேசு கிறிஸ்து കൽവാരിയിൽ തൊങ്ങിയിരിക്കുകയാണ്. എന്റെയും നിങ്ങളുടെയും പാപം മുഖാന്തരം മരിച്ചവരുടെയും ജീവനുള്ളവരുടെയും മധ്യേ നമ്മുടെ രോഗത്തിന്റെ സൗഖ്യത്തിനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിൽക്കുന്നു. അവർ എന്തെങ്കിലും ഉയരോട് ഇരിക്കുന്നതാണ് മഹാപ്രധാന ആചാര്യൻ. അവൻ സദാകാലവും ജീവിച്ചിരിക്കുന്ന മഹാപുരോഹിതനായി കാണപ്പെടുന്നു. മാത്രമല്ല പുതിയ ഏർപ്പാട്ടിലെ, അത് മാത്രമല്ല പുതിയ നിയമകാലഘട്ടത്തിൽ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം 5 അധികാരം 5 അധ്യായം 14 വസനത്തിലെ 14 വാക്യത്തിൽ இந்த യേശു சொல்லுகிறார், ഈ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, ബെഥസ്ദ കുളക്കരയിൽ 38 വർഷം വ്യാധിയായിരുന്നവനെ പാർത്ത്, ആ ബെഥസ്ദ കുളക്കരയിൽ 38 സംവത്സരമായി രോഗിയായിരുന്ന ഒരു മനുഷ്യനെ നോക്കി, നീ ഇനി പാപം അധിക കേടാണത് ഒന്നും വരാതപടിക്ക് നീ പാപം ചെയ്യാതെ, അധിക തിന്മയാതൊന്നും ഭവിക്കാതിരിപ്പാൻ നീ ഇനി പാപം ചെയ്യരുതെന്ന് അവനോട് പറയുന്നു. മഹിമ ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ പാപത്തിற்கு കാരണം വ്യാധിയും കൂടെ, വ്യാധിക്ക് കാരണം പാപം. എന്തുകൊണ്ടെന്നാൽ രോഗത്തിന് കാരണം പാപവും കൂടെ. മറ്റു ചില കാരണങ്ങൾ ഇരിക്കിன்றன, அது சொல்வதற்கு സമയമില്ലാதபடியால் நான் நிறுத்திவிட்டு മറ്റൊരു പകുതിക്ക് പോകുന്നു. எப்படி இந்த വ്യാധിയിൽ നിന്ന് വിടുതலை பெற்றுக்கொள்ளலாம்? എങ്ങനെ ഈ രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുവാൻ കഴിയും? കൽവാരി സിലുവയിൽ യേശു അറിഞ്ഞതാണ്, പെറ്റതാണ്. அந்த തഴമ്പുകളെ നാം പൂർണ്ണ മനതോടെ വിശ്വസിക്ക வேண்டும். കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു തന്റെ മേലേറ്റതായ ആ അടിപ്പിണരുകളെ, മുറിവുകളെ നാം പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഒരു പാസ്റ്റർ ഇരുന്നാർ, അവർ ഇപ്പോൾ കർത്തരുടെ സമുഖത്തിൽ ഇളപ്പാരി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്നു. അവർ சொல்லுவார், അദ്ദേഹം പറയും, അവർക്ക് ഒരു ആസ്മ വ്യാധി വന്നപ്പോഴത് ഇവിധமாக അവർ അറിക്കയിട്ടதாக, തനിക്ക് ഒരു ആസ്മ രോഗം പിടിപെട്ടപ്പോൾ താൻ ഇപ്രകാരം ഏറ്റു പറഞ്ഞു. ഒരു നാൾ ആണ്ടവർ ഐഡിയ ചൊല്ലി കൊടുത്തിരിക്കുകയാണ്. കർത്താവ് തന്നെ അതിനാവശ്യം ഒരു ഐഡിയയും പറഞ്ഞു കൊടുത്തു.
இந்த ஆஸ்மா எனக்கல்ல சிலுவைக்கு, இந்த ஆஸ்மா எனக்கல்ல சிலுவைக்கு ராத்திரி முழுவதும் சொல்லிட்டே இருந்திருக்கிறார். அதிகாலையிலே விடுதலை அடைந்து விட்டார். அதற்கு பிற்பாடு மரண வரையும் ஆஸ்மா வரவில்லை. ഈ ആസ്മരോഗം എനിക്കല്ല ക്രൂശിന്, ഈ ആസ്മരോഗം എനിക്കല്ല ക്രൂശിനെന്ന് അദ്ദേഹം രാത്രി മുഴുവനും ഏറ്റുപറഞ്ഞു. രാവിലെ അദ്ദേഹത്തിന് പൂർണ്ണ സൗഖ്യമുണ്ടായി. അദ്ദേഹത്തിന്റെ മരണം വരെയും പിന്നെ ഈ രോഗം പിടിപെട്ടതുമില്ല. ஆகையால் இயேசு கிறிஸ்து கல்வாரி சிலுவையில் உனக்காக எனக்காக நமக்காக அடைந்த ஆழமேறிய அந்த തഴുമ്പുകളെ വിശ്വസിക്ക വേണ്ടും. ആയതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ എനിക്കായി നിങ്ങൾക്കായി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി തന്റെ കൈകളിൽ തറയ്ക്കപ്പെട്ടതായ ആഴമേറിയ മുറിവുകളെ നാം വിശ്വസിക്കണം. കർത്താവിന് സ്തോത്രം, കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. அப்போஸ்தலன் யாக்கோபு சொல்லுகிறான், ஒருவர் குறைகளை ஒருவர் குற்றங்களை ஒருவர் மன்னித்து நீங்கள் ஜெபிக்கும் பொழுது உங்கள் வியாதி சுகமாகும் என்று சொல்லுகிறார். തുടർന്ന് യാക്കോബ് തന്റെ ലേഖനത്തിലൂടെ പറയുന്നു, നിങ്ങളുടെ തെറ്റുകളും കുറവുകളും തമ്മിൽ ഏറ്റുപറഞ്ഞ് നിങ്ങൾ ഒരുവർക്ക് വേണ്ടി ഒരുവർ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ രോഗം മാറി സൗഖ്യമുണ്ടാകും. നീതിമാൻ ചെയ്യും ഊക്കமான വേണ്ടുதல் പിണിയാലെ സ്വസ്ഥപ്പെടുത്തും. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരന് സൗഖ്യം വരുത്തുന്നു. കർത്താവിന് മഹിമ ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എதற்காக இயேசு கிறிஸ்து மீட்கும் பொருளாக தன்னை ஒப்படைத்தார்? എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു തന്നെ ഒരു വീണ്ടെടുപ്പ് വിലയായി ഏൽപ്പിച്ചു കൊടുത്തത്? എതിലിരുന്ന് மீட்கும்படியாக, എന്ത് അനുഭവത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ? 1 പേതുരു 1-ാം അധികാരം 18 വസനത്തിലേക്ക് വരുമ്പോൾ, പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 18 വസനത്തിന്റെ മുതൽ പകുതിയും 19 വസനത്തിൻ കடைசி പകുതി വാസിക്കുന്ന വേളയിലെ 18-ാം വാക്യത്തിന്റെ പ്രാരംഭവും 19-ാം വാക്യത്തിന്റെ അവസാന ഭാഗവും വായിക്കുമ്പോൾ ഉണ്ട് വാസിക്കും. உங்கள் முன்னோர்களால் பாரம்பரியமாய் நீங்கள் அனுசரித்து வந்த வீணான நடக்கை நின்று அழிவுள்ள வஸ்துக்களாகிய வெள்ளியினாலும் பொன்னினாலும் மீட்கப்படாமல் குற்றமில்லாத மாசற்ற ஆட்டுக்குட்டியாகிய கிறிஸ்துவின் வெளியேறப்பெற்ற இரத்தத்தினாலே மீட்கப்பட்டீர்கள் என்று அறிந்திருக்கிறீர்களே. முன்னோர்களின் பாரம்பரியமாய் நீங்கள் அனுசரித்து வந்த வீணான நடத்தில் நின்று அவர் உங்களை மீட்டெடுத்திருக்கிறார், നമ്മെ மீட்டெடுத்திருக்கிறார். പിതൃപാരമ്പര്യമുള്ളതായ നമ്മുടെ പൂർവ്വ നടപ്പിൽ നിന്നാണ് നിങ്ങളെയും എന്നെയും നമ്മുടെ ദൈവം വീണ്ടെടുത്തത്. കർത്താവിന് സ്തോത്രം, കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. മുന്നോർകൾ നമ്മുടെ പിതൃപാരമ്പര്യം ന്യായപ്രമാണത്തെ പിടിച്ചുകൊണ്ടിരുന്നാர்கள், ന്യായപ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. യേശു വന്നபோது, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തേക്ക് വന്നപ്പോൾ ന്യായപ്രമാണത്തിൻ മുടിവായിരുന്നാർ, കൃപയിൻ പ്രമാണത്തിൻ തുവക്കമായിരുന്നാർ. ആ ന്യായപ്രമാണത്തിന്റെ അന്ത്യവും കൃപയുടെ പ്രമാണത്തിന്റെ ആരംഭവുമായി കാണപ്പെട്ടു. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. இந்த ന്യായപ്രമാണം என்ன செய்தது? ഈ ന്യായപ്രമാണം ചെയ്തത് എന്താണ്? മനുഷ്യനുക്ക് അവനംബിക്കയെ തന്നത്, മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു നിരാശയുടെ അനുഭവത്തെ കൊടുത്തു. വീണാന നടത്തിക്ക് വഴിവകുത്തത്, വ്യർത്ഥമായ അനുഭവങ്ങൾക്കൊക്കെയും അത് വഴി തുറന്നു. ஆனால் യേശു ക്രിസ്തു ആരംഭിച്ചതാണ് കൃപയിൻ പ്രമാണം എന്ന് ചെയ്തത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ആരംഭിച്ച കൃപയുടെ പ്രമാണം എന്താണ് ചെയ്തത്? പരൻ സിത്തം ചെയ്വதற்கு വഴിവകുത്തത്, സ്വർഗീയ ഹിതം ചെയ്യുവാൻ തക്കവണ്ണം അതൊരു മാർഗം തുറന്നു തന്നു. இந்த പാരമ്പര്യത്തിற்கு ഒരു ശക്തി ഉണ്ട്. ഈ പാരമ്പര്യത്തിന് ഒരു ശക്തിയുണ്ട്. என்ன தெரியுமா? എന്താണ് ആ ശക്തി? ഭയം. ഭയം. கர்த்தருக்கு ஸ்தோத்திரம். കർത്താവിന് സ്തോത്രം. நானும் ஒரு காலத்தில் இப்படிப்பட்ட ஒரு பாரம்பரியமான ஒரு அனுபவத்தில் இருந்து வந்தேன். പൂർവ്വ ഒരു കാലഘട്ടത്തിൽ ഞാനും ഈ പാരമ്പര്യ അനുഭവത്തിൽ കാണപ്പെട്ടു. இது செய்யாவிட்டால் ஐயோ எனக்கு நான் செத்து விடுவேனோ, பயம் வருகிறதே, அப்படி வருகிறதே என்று சொல்லி ஒரு பயத்தை உண்டாக்குகிறது இந்த வீணான പാരമ്പര്യങ്ങൾ, വീണാന വഴിപാടുകൾ എല്ലാം. ഈ പാരമ്പര്യത്തിൽ ചില വഴിപാടുകളും സമ്പ്രദായമൊക്കെ ഉണ്ട്. അത് ക്രമമായി ചെയ്തില്ലെങ്കിൽ മരണം സംഭവിക്കുമോ, രോഗിയായി തീരുമോ, മറ്റെന്തെങ്കിലും എനിക്ക് സംഭവിക്കുമോ, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഹൃദയത്തിൽ നിന്ന് ഭയത്തോട് ഉയർന്നു വന്നിരുന്നു. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ആകയാൽ എന്നെ കേൾക്കുന്ന അരുമയാനവர்களே, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, മുന്നോർകൾ അനുസരിച്ച് വന്നതാണ് പാരമ്പര്യങ്ങൾക്ക് ഇടം കൊടുക്കാതിരുங்கள். പാരമ്പര്യങ്ങൾ നാം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കരുത്. കർത്താവിന് മഹിമ ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നേക്ക് പൂനെ കുറുക്കെ പോണാൽ ഭയം. ഇന്ന് നമ്മുടെ യാത്രാമധ്യേ പൂച്ച കുറുക്കെ ചാടിയാലും ഭയപ്പെടുന്നു. അമേരിക്ക ഐക്യനാട്ടിലും ഭയന്തേ എന്ന് താൻ சொல்லுகிறார். അമേരിക്ക ഐക്യരാജ്യങ്ങളിലും ഇത് ഭയപ്പെടുന്ന അനുഭവം. അവർക്കും പൂനെ ഭയമുണ്ട്. അവരും ആ പൂച്ചയെ ഭയപ്പെടുന്നു. അത് ലെഫ്റ്റില് ഇടത് സൈഡിൽ പോണാൽ നോ മാറ്റർ, അത് പ്രശ്നമില്ല. വലത് സൈഡിൽ പോയിരകൂടാது. ഇടതുവശത്തേക്കാണ് പോകുന്നതെങ്കിൽ അതൊന്നും സാധാരണ കാര്യം. എന്നാൽ വലതുവശത്തേക്ക് അത് ഓടിപ്പോകരുത്. ചില ഐതിഹ്യങ്ങൾ ഉണ്ടെന്നെ അതുക്കാக உங்களுக்கு சொல்லுங்க. ഇങ്ങനെ ചില ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് പറയുന്നു. ഒരു മുறை ഒരു അടക്കത്തിരിക്ക കല്ലറത്തോട്ടത്തേക്ക് പോകും. ഒരു പ്രാവശ്യം ഒരു അടക്കാരാധന നടത്തുവാൻ കല്ലറത്തോട്ടത്തിലേക്ക് പോയി. ബോഡി വരെ ലേറ്റ് ആയിച്ചു. ശവശരീരം കൊണ്ടുവരുവാൻ താമസിച്ചു. അപ്പോ അങ്ങിരുന്ന് ഒരു കുടുംബം വന്നിച്ചു. ഒരു പെരിയമ്മ വന്ന് 2 സിഗരറ്റ് എടുത്ത് അടുത്തിരുന്നതാണ്. അത് പൊതു കല്ലറിത്തോട്ടം. അവിടെ പൊതുവായിട്ട് ശവസംസ്കാരം ചെയ്യുന്നതായ ഒരു സ്ഥലമാണ്.
ஒரு அம்மா வந்து அந்த ஒரு கல்லறையில 2 சிகரெட்டை பத்த வச்சு அங்க வச்சிச்சு. ഒരു മാതാവ് വന്ന് ആ ഒരു കല്ലറയ്ക്കരികിൽ 2 സിഗരറ്റ് കൊളുത്തി അവിടെ വെച്ചു. എதற்காக கேட்டோம். എന്തിനാണെന്ന് ചോദിച്ചു. மகனுக்கு இந்த சிகரெட்டை ரொம்ப பிடிக்குங்க. എന്റെ മകൻ ഈ സിഗരറ്റ് നല്ല ഇഷ്ടമാണ്. அவர் உயிரோடு இருக்கும்போது ஒரு முறை ஒரு சிகரெட் தான் பிடிச்சாரு. അദ്ദേഹം ജീവനോടിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഒരു സിഗരറ്റ് ആണ് ஆனால் വലിച്ചത്. இந்த முன்னோர்களின் பாரம்பரியம், இந்த கல்லறை ஜெபம், கல்லறை தோட்டம், இதெல்லாம் ഒരു ആൾക്ക് ഒരേ നേരത്തെ 2 സിഗരറ്റ് പിടിക്കണം. ഈ പിതൃ പാരമ്പര്യം അല്ലെങ്കിൽ ഈ കല്ലറയിലെ പ്രാർത്ഥനകളിൽ അല്ലെങ്കിൽ ഇതിന്റെ അനന്തരഫലമോ ഒരു നേരത്തെ ഒരു വ്യക്തി ഒരു സിഗരറ്റ് പിടിക്കുന്നു, എന്നാൽ കല്ലറയ്ക്കൽ 2 സിഗരറ്റ് കൊണ്ടുവയ്ക്കുന്നു. കർത്തർക്ക് മഹിമ ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലൻ പേതുരു சொல்லுகிறார், இந்த மாறுபாடான സന്തതിയെ വിട്ട് നിങ്ങൾ വിലകിയിരുங்கள். ആയതുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, കോട്ടവും വക്രതയുമുള്ള ഈ തലമുറയിൽ നിന്ന് വേർപെട്ടു വരുവീൻ. കർത്തർക്ക് മഹിമ ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സെത്തവர்களை അടക്കം ചെയ്യട്டும், നീ എൻ പിന്നാടി വാ എന്ന് சொன்னார். കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, മരിച്ചവർ മരിച്ചവരെ അടക്കട്ടെ, നീ എന്റെ പിന്നാലെ വരിക. അതിന്റെ അർത്ഥം വേറാக இருந்தாலும் இந்த இடத்திலே மரித்தவர்களை குறித்து நாம் கவலைப்பட வேண்டாம். അതിന്റെ അർത്ഥം മറ്റൊന്നാണെങ്കിലും ഈ സ്ഥലത്ത് മരിച്ചവരെ കുറിച്ച് നാം വിചാരപ്പെടേണ്ട ആവശ്യമില്ല. പാരമ്പര്യം, വീണാന നടത്തകൾ, ആ പിതൃ പാരമ്പര്യത്തിലെ വ്യർത്ഥമായ ചില സംഗതികൾ, ചില ക്രിസ്തവർക്ക് കൂടെ ചില പാരമ്പര്യങ്ങൾ, ചില ക്രിസ്ത്യാനികൾക്ക് പോലും ചില പാരമ്പര്യ അപ്പോസ്തലനായ പൗലോസെ കേട്ടാൽ നന്നായി சொல்லி തരും. അപ്പോസ്തലനായ പൗലോസിനോട് ചോദിച്ചാൽ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞു തരും. ഫിലിപ്പിയർക്ക് എഴുതിയ നിരുപം, ഫിലിപ്പിയ ലേഖനം 3-ാം അധികാരം 3-ാം അധ്യായം അതിനുடைய 5-ാം വചനത്തെ പഠിക്കുമ്പോൾ, അതിന്റെ 5-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവർ என்ன சொல்லுகிறார் பாருங்க. അദ്ദേഹം എന്താണ് പറയുന്നത്? ഞാൻ 8-ാം നാളിൽ വിരുദ്ധം സേദനമടൈந்தവൻ, ഞാൻ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ വംശത്താൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രത്താൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രയിൽ പിറന്ന എബ്രയൻ, എബ്രയനിൽ നിന്ന് ജനിച്ച എബ്രയൻ, ന്യായപ്രമാണത്തിൻപടി പരീശയൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ. എவ்வளவு മേന്മയെ சொல்லுகிறார் பாருங்க. എത്ര പ്രശംസയായിട്ടാണ് ഈ അനുഭവത്തെ പറയുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചില ക്രിസ്തുവர்களாയ പലർക്കും ഇപ്പിടിപ്പെട്ടതാണ് ഒരു അനുഭവങ്ങൾ ഉണ്ട്. ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന അനേകരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സ്വഭാവം. അരുമയാണ് ക്രിസ്തുവ നண்பனே, യേശു ക്രിസ്തു വില കൊടുത്തു ഉന്നെ വീട്ടുകൊണ്ടാരേ. இப்படிப்பட்ட முன்னோரின் பாரம்பரியத்திலும் இப்படிப்பட்ட வீணான நிறத்திலும் போவதற்காகவா? இல்லை இல்லை, இல்லவே இல்லை. പ്രിയ ക്രിസ്തീയ സ്നേഹിത, കർത്താവായ യേശു ക്രിസ്തു തന്റെ രക്തത്തെ ചൊരിഞ്ഞ് നിങ്ങളെ വീണ്ടെടുത്തല്ലോ. നിങ്ങൾ ഇങ്ങനെയുള്ള പിതൃ പാരമ്പര്യത്തിലും ഇങ്ങനെയുള്ളതായ കാര്യങ്ങളിലും സംഗതിയിലും ഉൾപ്പെട്ട അതിന്റെ പിന്നാലെ പോകുവാനാണോ? തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടല്ല. ക്രിസ്തുവനായി വിട്ട 2 കുടുംബം தான் இருக்குது. പരലോകത്തിലെ ഒരു കുടുംബം, ഇങ്ങ ഒരു കുടുംബം. നിങ്ങൾ ക്രിസ്ത്യാനിയായാൽ 2 കുടുംബം, ഒന്ന് സ്വർഗത്തിലും ഒന്ന് ലോകത്തിലും. இந்த 2 കുടുംബം ഒന്നാകற നേരം தான் എക്കാല സത്തം കേൾക്കണം. ഈ 2 കുടുംബം ഒന്നായി തീരുന്ന സന്ദർഭം എന്നത് കാഹളം ധ്വനിക്കുമ്പോൾ. യേശു சொன்னார், കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഉലകത്താൻ ഇല്ലാത്തതുപോലെ നിങ്ങളും ഉലകത്താരല്ല. ഞാൻ ലൗകികനല്ലാത്തതുപോലെ നിങ്ങളും ലൗകികരല്ല. കർത്താവിന് സ്തോത്രം. അവർ എക്സ്ക്യൂസാ சொல்லல, അതൊരു എക്സ്ക്യൂസ് ആയിട്ടല്ല പറഞ്ഞത്. ഉലകത്താനല്ല, ഞാൻ ലൗകികനല്ല. ദയവ് ചെയ്ത് നിങ്ങൾ ഉലകത്താനാ ഇരിക്കാதீங்கன்னு சொல்லல. ആയതുകൊണ്ട് നിങ്ങളും ലൗകികനായി ഇരിക്കരുത് എന്നല്ല പറഞ്ഞത്. കമാൻഡിങ് തീർത്ത് சொல்லிட்டு, അതൊരു ആജ്ഞയുടെ വാർത്തയാണ്, തീർച്ചപ്പെടുത്തി പറയുന്നു. കർത്തർക്ക് മഹിമ ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. இந்த உலகத்திலிருந்து உலக வழிபாடுகளிலிருந்தும் நாம் மாறி நிற்க வேண்டும். ഈ ലോകത്തിൽ നിന്നും ലോകത്തിന്റെ വഴിപാടുകളിൽ നിന്ന് നാം വേർപെട്ടവരായി சொல்வார்கள். ചിലർ പറയുന്നു, எப்படி நம்ம இந்த உலகத்துல தானே வாழ்றோம், இப்படி அவங்கள பகைக்க முடியுமா ഇവങ്ങളെ പകയ്ക്ക முடியுமான்னு കേൾപ്പാங்க. ഞങ്ങൾ ഈ ലോകത്തിലാണല്ലോ ജീവിക്കുന്നത്, അവരെ വെറുപ്പിക്കുവാനോ ഇവരെ വെറുപ്പിക്കുവാനോ കഴിയുമോ എന്ന് ചോദിക്കുന്നു. யாரையும் பகைக்கும்படியாக சொல்லவில்லை, നിങ്ങൾ ആരെയും വെറുപ്പിക്കണമെന്നല്ല പറയുന്നത്. പൗലും അதைத்தான் சொல்லியிருக்கிறார். പൗൽ അதைத்தான் അപ്പോസ്തലനായ പൗലോസ് അത് തന്നെയാണ് പറഞ്ഞത്. പൗൽ അത് വീണ്ടും சொல்லியிருக்கிறார். അതിനെക്കുറിച്ച് പൗലോസ് തുടർന്ന് പറയുന്നു. എബേസ്യർ 5:15-16 എബേസ്യർ 5:15-16 கர்த்தருக்கு ஸ்தோத்திரம். കർത്താവിന് സ്തോത്രം. நீங்கள் நாட்கள் பொல்லாதவையில் ஆனபடினால் காலத்தை பிரயோஜனப்படுத்திக் கொள்ளுங்கள், நீங்கள் ஞானமுள்ளவர்களாய் கவனமாய் നടന്നു കൊള്ളുங்கள். ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. നിങ്ങൾ വളരെ ബുദ്ധിയോടും ജ്ഞാനത്തോടും നടന്നുകൊള്ളുവീൻ. നാം இந்த உலகத்தில் வாழ்கிறோம், നാം ഈ ലോകത്ത് ജീവിക്കുന്ന ബന്ധങ്ങൾ നമ്മുടെ സ്വന്തക്കാരെല്ലാം മറ്റു പാരമ്പര്യത്തിൽ ഇരിക്കണം, നമ്മുടെ ബന്ധുമിത്രാദികൾ മറ്റുള്ള ചില പാരമ്പര്യത്തിൽ ഉൾപ്പെട്ടവരാണ്, നண்பர்கள் അമിതமாக இருக்கலாம், നண்பர்கள் നമ്മുടെ സ്നേഹിതന്മാരും അങ്ങനെ ചിലരാണ്. ആനാ ഞാൻ ഒരു കഥ சொல்றேன். ഞാനൊരു കഥ പറയാം. ഒരു പൂണയും ഒരു എലിയും നண்பர்களாக ഒരു പൂച്ചയും എലിയും നല്ല സ്നേഹിതന്മാരായിരുന്നു. இப்போ பூனை வந்து எலியை சாப்பிடாது, எலி பூனைக்கு துரோகம் செய்யாது. இப்படி இருக்கும் பொழுது ஒரு நாள் இந்த பூனை காணாம போயிருச்சு. ഈ പൂച്ച എലിയെ ഭക്ഷിക്കുകയോ എലി പൂച്ചയോട് ആക്രമിക്കുകയോ ഒന്നും ചെയ്യാതെ ഇരുന്നു. ഒരു ദിവസം ഈ പൂച്ചയെ കാണാതെ പോയി.
அப்போ உடனே அந்த எலிக்கு ஒரு மகள் இருந்துச்சு. ആ എലിക്ക് ഒരു മകളുണ്ടായിരുന്നു. அப்போ அம்மாவும் மகளும் சேர்ந்து தேடுறாங்க, என்ன புலி அண்ணனை காணுமே. இவ சொல்றா, அம்மா அங்கிள் எங்கம்மா. അമ്മയും മകളും കൂടെ ആ പൂച്ചയെ അന്വേഷിക്കുന്നു. അപ്പോൾ ഈ മകളായ എലി പറയുന്നു, അങ്കിളിനെ കാണാനില്ലല്ലോ. 2 നാൾ തേടി 3ാவது നാൾ കണ്ടുപിടിച്ചു. ഏതാണ്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടുപിടിച്ചു. அப்போ இது ஒரு வேட்டைக்காரனுடைய அந்த வலையில சிக்கிட்டு இருக்கு. ഒരു വേട്ടക്കാരന്റെ കെണിയിൽ ഇത് പെട്ടുപോയിരുന്നു. ஐயோ, பார்த்த உடனே ஓடி போன இந்த பூனை சொன்னுச்சு, எலி வேகம் என்ன கடிச்சு நீ விடுதலை ஆக்கு. അത് കെണിയിൽ അകപ്പെട്ടത് ഈ എലി കണ്ടപ്പോൾ പൂച്ച എലിയോട് പറയുന്നു, വേഗം വന്ന് ഈ കെണിയായ വലയൊക്കെ കടിച്ചു മുറിച്ച് ഇതിൽ നിന്ന് എന്നെ വിടിവിക്കണമേ. സീക്കിരമാ 5 മണിക്ക് அந்த வேட்டைக்காரன் திரும்பி வந்து என்ன பிடிச்சிட்டு போயிடுவான். 5 മണിയാകുമ്പോൾ വേട്ടക്കാരൻ മടങ്ങി വന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോകും. அப்போ இந்த பூனை என்ன செஞ்சுச்சு, உடனே இந்த மகள் எலி என்ன செஞ்சு உடனே போய் கடிக்க தொடங்குச்சு. ഈ മകൾ എലി ഓടിച്ചെന്ന് വലയെ കടിച്ചു മുറിക്കുവാൻ തുടങ്ങി. அப்ப அம்மா என்ன சொன்னுச்சு, கடிக்கிற மாதிரி நடிக்குன்னு சொன்னுச்சு. അപ്പോൾ അമ്മ എലി പറഞ്ഞു, നീ അത് കടിച്ചു മുറിക്കരുത്, കടിച്ചു മുറിക്കുന്നത് പോലെ അഭിനയിച്ചു കൊണ്ടിരിക്കുക. இந்த എലിക്കുട്ടിക്ക് കൺഫ്യൂസ് ആയിരിച്ചു. അപ്പോൾ ഈ എലി കുട്ടി എലിക്ക് ആകെ ആശയക്കുഴപ്പത്തിലായി. ஆனால் இந்த வேட்டைக்காரனுடைய நடக்கிறதான அந்த பாதை ஒளி ஓசை கேட்ட உடனே அம்மா சொன்னுச்சு, இப்ப கடிடின்னு சொன்னுச்சு. ആ വേട്ടക്കാരൻ നടന്നു വരുന്നതായ ആ ശബ്ദം കേട്ട ഉടൻ തന്നെ അമ്മ എലി പറയുന്നു, ഇപ്പോൾ ആ വലയെ കടിച്ചു മുറിക്കുക. மகளும் சேர்ந்து வலையை கடிச்சு குதறிட்டாங்க. ഉടനെ இந்த പൂന പാഞ്ഞ് എടുത്ത് ഓടി തപ്പിച്ചു. അമ്മയെലിയും മകളെലിയും ചേർന്ന് ആ വലയെ കടിച്ചു മുറിച്ചു. ഉടൻ തന്നെ പൂച്ച അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയും ചെയ്തു. വീട്ടിൽ വന്ന ഉടനെ എലി കുട്ടി കേട്ടിച്ച്, അമ്മ എന്നമ്മ നീങ്ക അപ്പടി പണിട്ടീങ്ക. ആ ഭവനത്തിലേക്ക് വന്ന ഉടൻ തന്നെ ആ കുട്ടിയെലി അമ്മയെലിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്? എടി, அந்த ஆளு 2 நாள் பசியா இருக்கிறாரு. അദ്ദേഹം ഏതാണ്ട് 2 ദിവസമായി വിശപ്പോടാണ് അവിടെ ഇരുന്നത്. പസി വന്നാൽ പിന്നെ എല്ലാമേ തീരും. വിശപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യും. കർത്തർക്ക് പസി രുചി അറിയാതെ. ആ വിശപ്പ് എന്നത് രുചി അറിയുകയില്ല. കർത്തർ നമ്മുടെ ഏസാവ പോലെ, ആ യേശാവിനെ പോലെ. அப்போ சொன்னுச்சு, நான் அவனுக்கு டைமிங் கொடுத்தால், நேரமே நம்ம ஏற்கனவே முன்கூட்டியாகவே நமக்கு திறந்து விட்டால் அவன் உன்னையும் தின்றுவான் என்னையும் தின்றுவான். நம்மளும் தப்பணும் அவனும் தப்பணும். அதனாலதான் நான் அப்படி செஞ்சேன். നാം മുമ്പതായി ആ വല കടിച്ചു മുറിച്ചാൽ അവൻ ആ വിശപ്പോട് നമ്മയും ഭക്ഷിക്കും, അവന്റെ വിശപ്പ് മാറും. ആയതുകൊണ്ട് നിങ്ങൾ നാമും രക്ഷപ്പെടണം, അവനും രക്ഷപ്പെടണം. ആയതുകൊണ്ട് തക്ക സമയത്ത് അത് മുറിച്ചു മാറ്റി. എന്നെ കേட்கிறதானே எங்களை கவனிக்கிற அருமையான வாலிப நண்பனே, உன்னுடைய நண்பர்கள் விதமான நண்பர்களாக இருக்கலாம். ஆனால் ஞானமாய் கவனமாய் நாட்கள் பொல்லாதவைகள் ஆனபடியினால் உன் காலத்தை ஏற்ற நேரத்தில் ഉപയോഗപ്പെടുത്തിக் കൊள். എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ യൗവനക്കാരായ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ സ്നേഹിതന്മാരും ഇങ്ങനെയുള്ളവരായി കാണപ്പെട്ടേക്കാം. ആയതുകൊണ്ട് ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. உலகத்தால் கரைபடாததே அது உண்மையான பிதாவினுடைய பக்தி, മറ്റത് വേഷഭക്തി. ലോകത്താൽ കളങ്കപ്പെടാതിരിക്കുന്നത് യഥാർത്ഥമായ പിതാവിന്റെ ഭക്തിയാണ്. മറ്റുള്ളതൊക്കെയും സാധാരണ വേഷഭക്തിയാണ്. ആകയാൽ പാരമ്പര്യമായി മുന്നോറിൽ അനുസരിച്ചു വന്നതാണ് വീണാണ് നടക്കുന്നത്. യേശുവിനെ மீட்டெடுத்திருக்கிறார். ஹல்லேலூயா, ஹல்லேலூயா, கர்த்தருக்கு ஸ்தோத்திரம், கர்த்தாவிന് ஸ்தோத்திரம். அடுத்தபடியாக തുടർന്ന് இந்த இயேசு எதற்காக மீட்பும் பொருளாக തന്നെ தந்தார்? എന്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു തന്നെ ഒരു വീണ്ടെടുപ്പ് വിലയായി നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു? எதிலிருந்து நம்மை மீட்டெடுத்திருக்கிறார்? ഏതൊക്കെ അനുഭവത്തിൽ നിന്ന് നമ്മുടെ കർത്താവ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു? 1:14 പഠിക്കുമ്പോൾ, എഫേസ്യ ലേഖനം 1:14 വായിക്കുമ്പോൾ, സീക്രமாக മലയാളത്തിൽ മാത്രം പഠിച്ചാലും പോതും. തന്റെ സ്വജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അവർക്ക് സ്വന്തമാനവர்கள் അവരുടെ മഹിമയ്ക്ക് പുകഴ്ചയാക മീட்கப்படுவார்கள். തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിനായി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് അവർ വീണ്ടെടുക്കപ്പെടുകയും ചെയ്യുന്നു. എதற்காக യേശു തന്നെ மீட்கும் பொருளாக ஒப்படைத்தார்? എന്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു തന്നെ ഒരു വീണ്ടെടുപ്പ് വിലയായി അവർക്ക് സ്വന്തമാനവர்களை மீட்டுக்கொள்ளும்படியாக, അവൻ അവകാശപ്പെട്ടവരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി. കർത്തർക്ക് മഹിമ ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. எப்பொழுது நாம் அவருக்கு சொந்தமானவர்களாக மாறுகிற ஒரு மனிதன், എപ്പോഴാണ് ഒരു മനുഷ്യൻ അവൻ അവകാശപ്പെട്ടവനായി തീരുന്നത്? അതിന്റെ 13ാം വചനം சொல்லுகிறது. അതിന്റെ 13ാം വാക്യത്തിൽ വായിക്കുന്നു, நீங்களும் உங்கள் ரட்சிப்பின் சுவிசேஷமாகிய സത്യ വചനത്തെ കേട്ട് വിശ്വാസികൾ ആണപോത്, നിങ്ങളും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്, വാഗ്ദത്തം பண்ணப்பட்ட பரிசுத்த ஆவியால் அவருக்குள் முத்திரை போடப்பட்டீர்கள்,
அவருக்கு சொந்தமானவர்கள். വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനാൽ അവൻ മുദ്രണം ചെയ്തു, അവൻ അവരുടെ അവകാശികളായി തീർന്നു. கர்த்தருக்கு ஸ்தோத்திரம். കർത്താവിന് സ്തോത്രം. பரிசுத்த ஆவியினுடைய அபிஷேகம் பெற்ற தேவனுடைய பிள்ளைகள் அவருக்கு சொந்தமானவர்கள். ஒரு அல்லேலூயா சொல்லுவோம். ഹല്ലേലൂയ. அவருக்கு சொந்தமானவர்களை மீட்கும்படியாக അവനെ അവകാശപ്പെട്ടവരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി இங்கே பரிசுத்த ஆவியை நான் முக்கியப்படுத்த விரும்புகிறேன். പരിശുദ്ധാത്മാവിന് ഞാൻ വളരെ പ്രാധാന്യം നൽകി പറയുന്നു. பரிசுத்த ஆவி ஒரு அச்சாரம். പരിശുദ്ധാത്മാവ് ഒരു അച്ചാരം. சொன்னா அது ஒரு பழைய வார்த்தை. அச்சாரம்னா புரியாது, இந்த காலத்து ஆட்களுக்கு ஒன்றும் புரியாது. അതൊരു പഴയ വാക്കാണ്. ഈ കാലഘട്ടത്തിൽ അത് ആർക്കും മനസ്സിലാകുകയില്ല. சொல்லப்போனா எனக்கே புரியாம தான் இருந்துச்சு. ആദ്യം എനിക്കും അത് മനസ്സിലാകാതിരുന്നു. அது புதிய மொழியில் അതൊരു പുതിയ ഭാഷയിൽ அது உறுதிப்பட അല്ലെങ്കിൽ ഗ്യാരണ്ടി, അതിന് വാറന്റി എന്ന് പറയപ്പെടുന്നു. നമുക്ക് சொல்லுவோம்ல, இந்த ஃபேன் வாங்கிட்டு எவ்வளவு நேரம் வாரண்டி இருக்கு. ഒരു ഫാൻ വാങ്ങിക്കുമ്പോൾ ഇതിന് എത്ര വാറന്റി ഉണ്ടെന്ന് ചോദിക്കും. ഗ്യാരണ്ടി എന്ന് சொல்ல, അതായത് உறுதிப்பாடு, இது உறுதியானதுன்ற ஒரு ഗ്യാരണ്ടി, അതിന്റെ ഉറപ്പ് പറയുന്നതായ ഒരു അനുഭവം. கர்த்தருக்கு ஸ்தோத்திரம். കർത്താവിന് സ്തോത്രം. இல்லாவிட்டால் இன்றைக்கு இந்த பொருளாதார மொழியில் சொல்ல கூடுமானால், ഇന്നുള്ളതായ സാമ്പത്തികമായ നിലയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ, மொழി ആ ഭാഷയിൽ പറഞ്ഞാൽ, எக்கனாமிக் லாங்குவேஜ், ആ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഡൗൺ പേയ്മെന്റ്, മുൻപണം കൊടുക്കുന്ന അനുഭവം. കർത്താവിന് സ്തോത്രം. என்று சொன்னால் ஒரு ஏதாவது வாங்கும்போது முன்பணம் செலுத்துவார். എന്തെങ്കിലും ഒരു വസ്തു വാങ്ങിക്കുമ്പോൾ ആദ്യം മുൻപണമായി കൊടുക്കുന്നു. ഫുൾ പേയ്മെന്റ് യേശു വരുമ്പോൾ തരുവാർ. എന്നാൽ മുഴുപണവും കാശും കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ പരിശുദ്ധ ആവിയാനവർ ഒരു ഡൗൺ പേയ്മെന്റ്. കർത്താവായ പരിശുദ്ധാത്മാവാം ദൈവം എന്നത് ഒരു മുൻപണമാണ്. அந்த ഫുൾ പേയ്മെന്റ് கிடைக்கிறவருக்கு இதுமே போதும். அது பெரிய தொகையாக இருக்கும். അത് മുഴുകാശും കിട്ടുന്നതിന് ഇത് തന്നെ മതിയായതാണ്. എന്തുകൊണ്ടെന്നാൽ അത് തന്നെ ഒരു വലിയ തുകയായി ஆகையால் பரிசுத்த ஆவியினுடைய அச்சாரமாய் மீட்கப்படும் நாளுக்கென்று முத்திரையாக பெற்ற பரிசுத்த ஆவியானவர் உங்களில் இருக்குமாறு என்று சொன்னால், நீங்கள் மற்றவருக்கு சொந்தமில்லை, உலகத்திற்கு சொந்தமில்லை, பிசாசுக்கு சொந்தமில்லை, நாம் பாவத்திற்கு சொந்தமில்லை, உலக வழிபாடுகளுக்கு சொந்தமில்லை, நாம் ஒன்றுக்கு மாத்திரம் சொந்தம், അത് യേശുവേ. വീണ്ടെടുപ്പിന്റേതായ മുദ്രയായി നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം മറ്റൊന്നിന് സ്വന്തമല്ല, പാപത്തിന് സ്വന്തമല്ല, മറ്റുള്ളവർക്ക് സ്വന്തമല്ല, യാതൊന്നിനും സ്വന്തമല്ല. കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമാണ് നാം സ്വന്തക്കാർ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മെ அல்லது இப்படியாக சொந்தமானவர்களை ഇങ്ങനെ അവകാശപ്പെട്ടവരെ சொந்தமானவர்களாக மாற்றுகிறார். ഇങ്ങനെ തനിക്ക് അവകാശമുള്ളവരാക്കി മാറ്റുന്നു. എബ്രായർ 12 അധികാരം 23 വചനം சொல்லுகிறது போல, എബ്രായ ലേഖനം 12:23 പറയുന്നത് പോലെ അങ്ങനെ பார்க்கிறோம். നാം അവിടെ വായിക്കുന്നു. என்ன பார்க்கிறோம்? എന്താണ് വായിക്കുന്നത്? പരലോകത്തിൽ പേരെഴുതിയിരിക്കുന്ന മുതൽ പേരാറുകളിൽ സർവസംഘമാകിയ സഭ എന്ന് சொல்லப்படுகிறோம். സ്വർഗ്ഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ എന്ന് വായിക്കുന്നു. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. സഭ എന്ന് അழைക്കപ്പെടുகிறோம். സഭ എന്ന് വിളിക്കപ്പെടുന്നു. എഫേസ്യർ 1:23 പടി, എഫേസ്യ ലേഖനം 1:23 വായിക്കുന്നത് പോലെ അവർ അங்கே என்ன நாம் பார்க்கிறோம்? നാം അവിടെ എന്ത് വായിക്കുന്നു? കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. அங்கே எல்லாவற்றாலும் நிரப்புகிறவருடைய நிறைவாகிய ശരീരമാകിയ സഭ എന്ന് பார்க்கிறோம். സകലത്തെയും സകലത്താലും നിറയ്ക്കുന്ന നിറവിന്റേതായ സഭ, ശരീരമാകുന്ന സഭ എന്ന് വായിക്കുന്നു. നമ്മുടെ സകലത്തെയും അവരുടെ എല്ലാവറ്റാലും അവന്റെ സകലത്താലും നമ്മെ നിറപ്പുகிறார், നമ്മെ നിറയ്ക്കുന്നു. അവരുടെ ശരീരം, അവന്റെ ശരീരം. കർത്താവിന് സ്തോത്രം. അത് മാത്രമല്ല എഫേസ്യർ 5:27 പഠിക്കുമ്പോൾ, എഫേസ്യ ലേഖനം 5:27 വായിക്കുമ്പോൾ അങ്ങനെ பார்க்கிறோம், നാം അവിടെ വായിക്കുന്നു, അങ്ങേ മഹിമயான സഭ എന്ന് பார்க்கிறோം. അവിടെ തേജസ്സുള്ള ഒരു സഭയെ കുറിച്ച് വായിക്കുന്നു. കറൈ ദിരൈ മുതലാനവകൾ ഒന്നുമില്ലാமல், കറ ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ പരിശുദ്ധവും പടയറ്റതുമായ മഹിമയുള്ള സഭ, ഒരു വിശുദ്ധവും നിഷ്കളങ്കവുമായ തേജസ്കരിക്കപ്പെട്ട ഒരു സഭ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദത്തിൽ ഉദാഹരണം ചൊല്ലകൂടുമാനാൽ, നാം വേദപുസ്തകത്തിൽ നിന്ന് ഉദാഹരണമായി പറഞ്ഞാൽ ബോവാസ് എന്ന് എടുത്തുകൊള്ളலாம். രൂത്തിനെയും ബോവാസിനെയും കുറിച്ച് ശ്രദ്ധിക്കാം. രൂത്ത് പുസ്തകം 4-ാം അധികാരം 4-ാം വചനത്തിന്റെ കടൈസി ഭാഗത്തിലെ, രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ബോവാസ് சொல்லுகிறான், ബോവാസ് പറയുന്നു, അവர்கள் ഉന്നെ மீட்டுக்கொள்ளாவிட்டால் நான் உன்னை மீட்டுக்கொள்கிறேன். അവൻ നിന്നെ വീണ്ടെടുക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ വീണ്ടെടുത്തുകൊള്ളാം. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. இந்த இடத்திலே நாம் பார்க்கும் பொழுது ஒரு சுதந்திரத்தை கைமாற்றம் செய்ய வேண்டும் என்று சொன்னால் அங்கே பாதரட்சிகளை கழற்றி விடுவார்கள் என்று சொல்லி 8-ാം വചനത്തെ പഠിக்கிறோം. ഇവിടെ ഒരു അവകാശത്തെ കൈമാറ്റം ചെയ്യണമെങ്കിൽ ഒരു ചെരുപ്പൂരി കൊടുക്കുന്നതായ ഒരു സമ്പ്രദായം ഉണ്ടെന്ന് 8-ാം വാക്യത്തിൽ വായിക്കുന്നു. அப்பொழுது இதற்கு മുൻ സുതന്ത്രവാളി അവന്റെ പാദരക്ഷകളെ അവിടുത്ത് ബോവാസിനെ കൊടുക്കുകയാണ്. ആദ്യത്തെ ആ അവകാശി തന്റെ കാലിലെ ചെരുപ്പൂരി ബോവാസിന്റെ കയ്യിൽ കൊടുക്കുന്നു. കർത്താവിന് സ്തോത്രം. ബോവാസ് ரூத்தை மீட்டுக்கொள்கிறார். ബോവാസ് രൂത്തിനെ വീണ്ടെടുക്കുന്നു. കർത്താവിന് സ്തോത്രം. നമ്മുടെ ബോവാസ് കർത്താവായ യേശു ക്രിസ്തു, കർത്താവായ യേശു ക്രിസ്തു അവർ നമ്മെ எப்படி மீட்டுக்கொண்டார்? അവൻ നമ്മെ എങ്ങനെയാണ് വീണ്ടെടുത്തത്? எப்படி இந்த
முதல் சுதந்திரவாளி പാദരക്ഷകളെ അവിഴ്ത്തു കൊടുത്തു വിടുകയാണോ? ഈ ആദ്യത്തെ അവകാശി എപ്രകാരം ചെരുപ്പൂരി കൊടുക്കുന്നുവോ അതിന്റെ അർത്ഥം എന്ന് சொன்னால் അതിന്റെ അർത്ഥം എന്തെന്നാൽ ഇനി ഉൻ വഴി ഞാൻ വരുവതേ ഇല്ല, ഇനി നീ വരുന്ന വഴി മധ്യേ ഞാൻ കടന്നു വരികയില്ല, ഇനി അന്ത വഴിക്കേ ഞാൻ വരുവതില്ല, ഞാൻ ഇനി ആ വഴിയിൽ കൂടി സഞ്ചരിക്കത്തേ ഇല്ല. കർത്തருக்கு സ്തോത്രം. കർത്താവിന് സ്തോത്രം. இப்படியாக முழுமையாக விட்டு விடுகிறார். ഇങ്ങനെ പൂർണ്ണമായിട്ടും വിട്ടുകളയുന്ന അനുഭവം വേദം சொல்லுகிறது. നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു, നമുക്ക് എതിരിടയാகவும் നമുക്ക് പ്രതിയോഗിയെയും എതിരിടയാகவும் നമുക്ക് വിപരീതമായും கட்டளைகளால் நமக்கு விரோதமாகவும் കട്ടളകളാൽ നമുക്ക് വിരോധമായും இருந்த கையெழுத்தை குழைத்து ഇരുന്ന കൈയെഴുത്തു മായ്ച്ച് அதை நடுவிலிராதபடிக்கு അത് അതിന്റെ മധ്യേ ഇല്ലാതെ വണ്ണം കർത്തருக்கு സ്തോത്രം. കർത്താവിന് സ്തോത്രം. സിലുവയിൽ മേൽ ആണിയടിത്ത് ക്രൂശിൽ ആണിയടിച്ച് തുറൈത്തനങ്ങളെയും സകല വാഴ്ചകളെയും അധികാരങ്ങളെയും സകല അധികാരങ്ങളെയും ഉറിந்துകൊണ്ട് അവൻ മുരിഞ്ഞു മാറ്റി വെളിയിരംഗ കോളമാണ് അവൻ പരസ്യമായി തീർന്നു. അവകൾ മേൽ സിലുവയിൽ വെറ്റി சிறந்தார். അവൻ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. കർത്തருக்கு സ്തോത്രം. കർത്താവിന് സ്തോത്രം. മലയാളത്തിൽ எப்படி இருக்கிறது? മലയാളത്തിൽ എങ്ങനെയാണ്? അവർ ആയുധങ്ങളെ வைப்பிச்சு என்று നമ്മൾ വായിக்கிறோം. ആയുധങ്ങളെ വെച്ചു എന്ന് വായിക്കുന്നു. കർത്തருக்கு സ്തോത്രം. കർത്താവിന് സ്തോത്രം. என்று சொன்னால் എന്ന് പറഞ്ഞാൽ இந்த முதல் சுதந்திரவாளியாக பிசாசு ആദ്യത്തെ അവകാശിയായ இயேசு പിശാച് கிறிஸ்து உனக்காக என்னை மீட்டுக் கொள்வதற்காக യേശു നിനക്കും എനിക്കും യേശു ക്രിസ്തു നമ്മൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടി அவனுடைய ஆயுதங்கள் எல்லாம் வைத்துவிட செய்தார். അവൻ സകല ആയുധങ്ങളെയും അവിടെ വെച്ച് കളയുന്നു. செருப்பை அவிழ்த்து கொடுத்து விட்டு போய் விட்டார். ആ ചെരുപ്പിനെ അടിച്ചവിടെ ഏൽപ്പിച്ചിട്ട് പോയി. நம்ம ஊர் பாஷையிலே சொன்னா നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ போதுமடா சாமி, അത് മതിയാകും, நீ உன் வழிக்கே நான் வரமாட்டேன், ഞാൻ നിന്റെ വഴിയിൽ തന്നെ വരികയില്ല, ராபர்ட் இனி நான் உன் வழிக்கு வரமாட்டேன், ഞാൻ ഇനി നിന്റെ വഴിയിൽ വരികയേ ഇല്ല, ஸ்டீഫன் உன் வழிக்கு வரமாட்டேன், ഞാൻ നിന്റെ വഴിയിൽ കടന്നു വരികയില്ല, தேவதாஸ் வரமாட்டேன், ഞാൻ தேவதாசே நான் வரமாட்டேன், ഞാൻ ഇനി വരികയില്ല, உன் வழி நான் வருவதில்லை, ഞാൻ നിന്റെ വഴിയെ വരികയില്ല. என்னுடைய ஆயுதங்கள் எல்லாம் உன் இயேசு வைத்து விட செய்து விட்டார். സകല ആയുധങ്ങളെയും അവിടെ ഏൽപ്പിക്കുവാൻ கையெழுத்தை குலைத்து விட்டார். കൈയെടുത്തു മായ്ച്ചു. தனக்கு சொந்தமானவர்களை இயேசு மீட்டுக் கொண்டார். എനിക്ക് സ്വന്തമായതിനെ യേശു വീണ്ടെടുത്തു. சொந்தமானவர்களை இயேசு மீட்டுக் கொண்டார். സ്വന്തമായതിനെ യേശു വീണ്ടെടുത്തു. அந்த ரூத்தல்ல ஒரு அல்லேலூயா சொல்லுங்க. ഹല്ലേലൂയ. தேவனுக்கு மகிமை உண்டாகட்ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. அடுத்தபடியாக തുടർന്ന് கடைசியாக അവസാനമായി நிறைய இருக்கிறது. അധികമുണ്ട്. இங்க பரிசுத்தவான்கள் நிறைய வைத்திருக்கிறார்கள். വിശുദ്ധന്മാർ അധികം വെച്ചിട്ടുണ്ട്. எங்கிலும் கால அளவிற்கு ஏற்றதாக ரீதியில் நான் உங்களுக்கு சொல்லுகிறேன். അളവിന് ഒത്തവണ്ണം പറഞ്ഞു മുന്നോട്ട് പോകുന്നു. கர்த்தருக்கு மகிமை உண்டாகட்ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ரோமருக்கு நிருபம் റോമാലേഖനം 8-ാം அதிகாரம் 8-ാം അധ്യായം 24-ാം വചനം വരുമ്പോൾ 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 23 முதலாவது படிக்கும் பொழுது 23-ൽ വായിക്കുമ്പോൾ படித்து உதவி செய்யுங்கள். அதுவும் அல்லாமல் ஆவியின் முதற் பலன்களை பெற்ற நாமும் கூட நம்முடைய சரீர மீட்பாகிய புத்திர சுவிகாரம் வருகிறதற்கு காத்திருந்து நமக்குள்ளே தவிக்கிறோம். ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. இங்க சரீர மீட்பு என்ற ஒரு மீட்பை பார்க்கிறோம். ഇവിടെ ശരീര വീണ്ടെടുപ്പ് എന്ന ഒരു അനുഭവത്തെ കുറിച്ച് കാണുന്നു. கர்த்தருக்கு ஸ்தோத்திரம். ദൈവത്തിന് മഹത്വം. இன்றைக்கு இந்த உபதேசத்தை கேட்ட நிறைய பேர் குழம்பி போயிருவாங்க. ഈ നാളുകളിൽ ഈ ഉപദേശം കേട്ടാൽ അനേകർക്കുള്ളിലും ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. சரீர மீட்பு അല്ലെങ്കിൽ மறுரூபம், ഒരു വീണ്ടെടുപ്പ് അല്ലെങ്കിൽ ഒരു രൂപാന്തരം. கர்த்தருக்கு ஸ்தோத்திரம். ദൈവത്തിന് സ്തോത്രം. இத்தனை ஆவியின் ஆசீர்வாதங்களை பெற்ற நாம் நம்முடைய சரீரத்தின் மீட்புக்காக நாம் காத்திருக்கிறோம். ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനായി കാത്തിരിക്കുന്നു. 24-ാം വചനം சொல்லுகிறது. 24-ാം വാക്യത്തിൽ വായിക്കുന്നു, നാം രക്ഷിക്കപ്പെട്ടതേ இதற்காகத்தான். നാം രക്ഷിക്കപ്പെട്ടത് തന്നെ ഇതിനു വേണ്ടിയിട്ടാണ്. നാം രക്ഷിക്കപ്പെട്ടതേ നമ്മുടെ ശരീരത്തിന്റെ மீட்புக்காகத்தான். നാം രക്ഷിക്കപ്പെട്ടത് തന്നെ നമ്മുടെ ശരീര വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ്. சொல்லுவாங்க, ஏண்டா நான் பிறந்தனோன்னு தெரியல, செத்துட்டா நல்லா இருக்குன்னு சொல்லுவாங்க. நீ செத்துட்டேன்னா ஒண்ணும் கிடைக்காது, சாகாது. உன் சரீரம் இருந்தால் மட்டுமே கர்த்தருடைய வருகையில் உனக்கு அளவு கூடாத அளவில்லாத ആശീർവാദങ്ങൾ കാത്തുകൊണ്ടിരിക്കും. ചിലർ ചിന്തിക്കുന്നു, ഞാൻ എന്തിനു ജനിച്ചു എന്ന് പോലും അറിയത്തില്ല, മരിച്ചുവെങ്കിൽ കൊള്ളാമായിരുന്നു. നീ മരിച്ചാൽ നിനക്ക് ഒന്നും ലഭിക്കുകയില്ല. നീ ജീവനോടിരുന്നാൽ നിന്റെ ശരീരം കർത്താവ് വരുമ്പോൾ എന്തെങ്കിലും നന്മ അല്ലെങ്കിൽ ഒരു രൂപാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകും. இந்த சரீர மீட்பா அடைய வேண்டும் என்று சொன்னால், ഈ ശരീര വീണ്ടെടുപ്പ് പ്രാപിക്കണമെങ്കിൽ വാർത്തകളെ சுருக்கிக் கொள்கிறேன். ഞാൻ ചുരുക്കി നിങ്ങളോട് പറയട്ടെ. ஒன்று நாம் என்ன செய்ய வேண்டும்? ആദ്യമായി നാം എന്ത് ചെയ്യണം? நாம் இதற்காக இங்கே படிக்கிறோம், அதுக்காக காத்திருந்து நாம் தவிக்க வேண்டும். നാം അതിനായി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങണം. அவள் ஆண் பிள்ளையை பெறும்படியாக அவள்
நாம் படிக்கிறோம் 12ஆம் அதிகாரம் வெளிப்படுத்தின 12ஆம் அதிகாரத்தில் படிக்கிறோம். വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ அவள் என்ன செய்கிறாள்? അവൾ എന്ത് ചെയ്യുന്നു? பிரசவ வேதனையடைந்து பிள்ளை பெறும்படி வருத்தப்பட்டாள் அறினாள். അവൾ നോവ് കിട്ടിയവളായി അവൻ നിലവിളിച്ച് കരയുന്നു. വിധமாக തവിപ്പ്, ഇപ്രകാരമുള്ള ഒരു നെടുവീർപ്പ്. എதற்கான തവിപ്പ്? എന്തിനു വേണ്ടിയിട്ടാണ് നെടുവീർപ്പ്? പരിശുദ്ധത്തിற்கான തവിപ്പ്, പരിശുദ്ധത്തിന് വേണ്ടിയുള്ള ഒരു சுத்தத்திற்கான തവിപ്പ്, വിശുദ്ധിക്കുള്ള ഒരു നെടുവീർപ്പ്. கர்த்தருக்கு ஸ்தோத்திரம். കർത്താവിന് സ്തോത്രം. சங்கீதம் 102 படிக்கிறோம். 102-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു. அதனுடைய 14ஆம் வசனம் சொல்லுகிறது, അതിന്റെ 14-ാം വാക്യത്തിൽ அவருடைய ஊழியக்காரர்கள் അവന്റെ ശുശ്രൂഷകർ அவருடைய கல்லுகளுக்காக பரிதபிக்கிறார்கள், கல்லுகளுக்காக வாஞ்சிக்கிறார்கள், மண்ணுக்காக பரிதபிக்கிறார்கள். അവരോ ആകൃതികൾക്ക് വേണ്ടി കാംക്ഷിക്കുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നു. அவருடைய ஊழியக்காரர்கள், അവന്റെ ശുശ്രൂഷകർ, அவரை விசுவாசிக்கிற தேவஜனங்கள், അവനിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ, அவருடைய சரீர மீட்புக்காக காத்திருக்கிறவர்கள், ആ ശരീര വീണ്ടെടുപ്പിനായി കാത്തിരിക്കുന്നവർ, கல்லுகளுக்காக வாஞ்சித்து, கல்லுகள் மேல் வாஞ்சித்து மண்ணுக்காக பரிதபிக்க வேண்டும். ആ കല്ലുകളെ വാഞ്ചിച്ച് ആ മണ്ണിന് വേണ്ടി നെടുവീർപ്പിടുകയും ചെയ്യുന്നു. വിലയേറിയ സ്വഭാവങ്ങൾ, ആ കല്ലുകൾ എന്ന് പറയുമ്പോൾ വിലയേറിയ സ്വഭാവങ്ങൾ, ക്രിസ്തുവിന്റെ സ്വഭാവങ്ങൾ. മണ്ണ് എന്ന് சொன்னால், മണ്ണെന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ പരിശുദ്ധ, ആ ക്രിസ്തുവിന്റെ വിശുദ്ധിയുടെ സ്വഭാവങ്ങളും പരിശുദ്ധം നമ്മുടെ ശരീരത്തിൽ വാഴ്ക്കയിലും ഏറ്റുകൊണ്ട് ഈ സ്വഭാവങ്ങളും വിശുദ്ധിയും നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിച്ച് കർത്താവിന് സ്തോത്രം. നാം കർത്തരുடைய வருகைக்காக നമ്മുടെ ശരീരത്തിൽ மீட்புக்காக കാത്തിരിக்க വേണ്ടിയത് കട്ടായം ആവശ്യமாக இருக்கிறது. കർത്താവിന്റെ മടങ്ങി വരവിനായി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായി നാം കാത്തിരിക്കേണ്ടതും അത്യാവശ്യമാണ്. ജയജീവിതം എന്ന് சொல்கிறார்கள். ഇതിനെക്കുറിച്ച് ജയജീവിതം എന്ന് പറയുന്നു. எப்படி ജയജീവിതം செய்ய முடியும்? എങ്ങനെ ജയജീവിതം ചെയ്യുവാൻ സാധിക്കും? കർത്താവിന് സ്തോത്രം. ഞാൻ ഒരു കാലത്തിലെ ജയജീവിതത്തിற்காக പുലാൽ ഉണവ് അരുந்தாமல் இருந்தேன். ഞാൻ പൂർവ്വകാലങ്ങളിൽ ഒരു ജയജീവിതം എങ്ങനെ നേടും? പുലാൽ ഉണവ് അരുന്നില്ല. പുലാൽ ഉണവ് നോൺ വെജ്, അത് സസ്യാഹാരം കഴിച്ച് കാത്തിരുന്നു. കർത്താവിന് സ്തോത്രം. ஆனால் எங்களுடைய பரிசுத்தவான்கள் சொல்லிக் கொடுத்திருக்கிறார்கள், வேதம் சொல்லுகிறது ஜெய வாழ்க்கை வாழ்வதற்கு மிகவும் மிகவும் அருமையான எளிமையான ஒரு சத்தியம் இருக்கிறது. அந்த சத்தியம் எல்லாருக்கும் தெரிந்தது, ஞான சத்தியம். ഞങ്ങളുടെ വിശുദ്ധന്മാർ ഞങ്ങളെ പഠിപ്പിച്ചത് ഒരു ജയജീവിതം ചെയ്യുന്നതിന് നല്ലൊരു സത്യമുണ്ട്. ആ സത്യം എന്നത് ജലസ്നാന സത്യമാണ്. இந்த இடத்தில் நாங்கள் இருக்கிறோம் என்று சொன்னால், நாங்கள் எங்களை அவர்கள் வளர்த்து 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 எங்களை இந்த அளவிற்கு கொண்டு வந்து உங்களுக்கு முன்பாக நிறுத்தியிருக்கு. ഞാൻ ഇവിടെ നിൽക്കുന്നു എങ്കിൽ ഞങ്ങളെ അവർ വളർത്തി ആ വളർത്തി കൊണ്ടുവന്നത് കൊണ്ട് ഞങ്ങൾ ഈ സ്ഥാനത്ത് നിൽക്കുന്നു. நான் சொல்லுகிற இதெல்லாம் ஒரு தானிய வியாபாரிகள் ஒரு சாக்குல தானியத்தை நிறுத்திவிட்டு கொஞ்சம் குலுக்குனா கொஞ்சம் இடம் கிடைக்கும், அதுல ஒரு 2 படி கூட போடலாம். அப்படிதான் ஏன் போகுது என்னுடைய பிரசங்கம். தெய்வத்துக்கு மகிமை உண்டாகட்டும். ഈ ധാന്യം വിൽക്കുന്നവരൊക്കെ ഒരു ചാക്കിൽ ധാന്യം എടുത്തിട്ട് അല്പം കുലുക്കുമ്പോൾ വീണ്ടും 2 പടി കൂടി അതിൽ ഇടുവാൻ കഴിയും. ആയതുപോലെയാണ് എന്റെ അനുഭവം. പരിശുദ്ധവാன்கள் நிறையாக நம்ம நிறைத்து வைத்திருக்கிறோம். വിശുദ്ധന്മാർ നല്ലൊരു നിറവോട് നമ്മെ നിറച്ചു വെച്ചിരിക്കുന്നു. പരിശുദ്ധവാன்களை உயர்த்துவதற்காக அல்ல, உண்மையை உண்மையாக சொல்லுகிறேன். വിശുദ്ധന്മാരെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടല്ല, സത്യമായി என்ன சொல்லுகிறது? ഈ ജലസ്നാന സത്യം എന്ന് പറയുന്നു. നാം എதற்காக ஞானஸ்நானம் எடுக்க வேண்டும்? നാം എന്തിനായി സ്നാനം സ്വീകരിക്കണം? ஒருத்தர் வந்து கேட்டாரு, ஒரு அம்மா வந்துச்சு. ഒരു അമ്മ വന്ന് ചോദിച്ചു, ஐயா இங்க ஞானஸ்நானம் தருவீங்களா? ഇവിടെ സ്നാനം തരുമോ? ஏமா? എന്താണ്? என் புருஷன் என்னை விட்டுட்டு ஓடி போயிட்டார். എന്റെ ഭർത്താവ് എന്നെ വിട്ടുപോയി. அதுக்காக ஒரு அக்கா சொன்னாங்க, ஞானஸ்நானம் எடுத்தா திரும்பி வந்துருவாருன்னு. അപ്പോൾ ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, സ്നാനം സ്വീകരിച്ചാൽ മടങ്ങി വരുമെന്ന്. கர்த்தருக்கு ஸ்தோத்திரம். കർത്താവിന് സ്തോത്രം. இப்படி கணவன் திரும்பி வருவதற்காகவும் கல்யாணம் நடப்பதற்காகவும் அல்ல ஞானஸ்நானம். ஞானஸ்நானம் என்றால் என்ன? ഇങ്ങനെ ഭർത്താവും മടങ്ങി വരുന്നതിനോ അല്ലെങ്കിൽ വിവാഹം നടത്തപ്പെടുന്നതിനോ വേണ്ടിയിട്ടല്ല ജലസ്നാനം. അങ്ങനെയാണെങ്കിൽ ജലസ്നാനം എന്ന് പറയുന്നത് എന്താണ്? 3 കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. 3 കാര്യങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നു. അറിഞ്ഞിരിക്ക വേണ്ടും. ഒന്ന്, അതിനെ കുറിച്ച് തിരിച്ചറിഞ്ഞിരിക്കണം. എണ്ണിക്കൊള്ള വേണ്ടും. അതിനെ ചിന്തിച്ചു കൊള്ളണം. ഒപ്പു കൊടുക്ക വേണ്ടും. അതിനായി ഏൽപ്പിച്ചു കൊടുക്കണം. റോമർക്ക് എഴുതുന്ന 6-ാം അധികാരത്തിലെ റോമാലേഖനം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. 6-ാം വചനത്തിലെ 6-ാം വാക്യത്തിൽ നാം இனி பாவத்துக்கு ஊழியம் செய்யாதபடிக்கு பாவ சரீரம் ஒழிந்து போகும் பொருட்டாக நம்முடைய பழைய மனுஷன் அவரோடு கூட சிலுவையில் அறையப்பட்டதென்று அறிந்திருக்கிறோம். നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. 11-ാം വചനം சொல்கிறது. 11-ാം വാക്യം പറയുന്നു, அப்படியே நீங்களும் അങ്ങനെ അവണ്ണം നിങ്ങളും உங்களை பாவத்திற்கு மரித்தவர்களாகவும் പാപസംബന്ധമായി മരിച്ചവരെന്നും கர்த்தராகிய இயேசு கிறிஸ்துவுக்குள் தேவனுக்கென்று பிழைத்திருக்கிறவர்களாகவும் എണ്ണിക്കൊള്ളുங்கள். ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. അതുമാത്രമല്ല 13-ാം വചനം சொல்கிறது. 13-ാം വാക്യത്തിൽ നിങ്ങൾ உங்கள் അവയവങ്ങളെ അനീതിயின் ആയുധങ്ങളാக പാപത്തിற்கு ഒപ്പുകൊടാமல் നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കാതെ உங்களை மரித்தோரிலிருந்து பிழைத்திருக்கிறவர்களாக தேவனுக்கு ஒப்பு கொடுத்து
உங்கள் அவயவங்களை நீதிக்குரிய ஆயுதங்களாக ஒப்புக்கொடுங்கள். നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുകയും நாம் சிலுவையில் அறையப்பட்டவர்கள் என்று அறிந்து கொள்ள வேண்டும். നാം ക്രൂശിൽ തറയ്ക്കപ്പെട്ടവരാണെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. நாம் தேவனுக்கென்று பிழைத்திருக்கிறோம் என்று எண்ணிக்கொள்ள வேண்டும். നാം ദൈവത്തിനായി ജീവിക്കുന്നവരാണെന്ന് ചിന്തിച്ചുകൊള്ളണം. அவயவங்களை நீதிக்கு ஆயுதங்களாக ஒப்படைக்க வேண்டும். നമ്മുടെ ശരീര അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ഏൽപ്പിച്ചു കൊടുക്കണം. ஒரு பாஸ்டர் அவர்கள் பாஸ்டர் எஸ்பி ஏர்னஸ்ட் அப்பச்சன் அவர்கள் விதமாக சொன்னதாக அவரை கண்டதில்லை. நான் அவர் மூலமாக சொல்லப்பட்ட வார்த்தையை கேட்டிருக்கிறேன். அவர் சொல்லுவாராம், நான் ദിനமுം ഞാൻ ജ്ഞാനസ്നാനം എടുக்கிறேൻ. പാസ്റ്റർ SP ഏണസ്റ്റ് അപ്പച്ചൻ ഞാൻ കണ്ടിട്ടില്ല, എന്നാൽ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ദിവസവും സ്നാനം സ്വീകരിക്കുന്നു. ഞാൻ ദിനமும் ജ്ഞാനസ്നാനം എടുക്കുന്നു. ഞാൻ ദിവസവും ജലസ്നാനം സ്വീകരിക്കുന്നു. സത്യം എന്ന് சொன்னால் ജലസ്നാന സത്യം എന്ന് പറയുമ്പോൾ നമ്മുടെ அப்பச்சன் ஒரு ஃபார்ம் கொடுத்தார். ஒரு அம்மா ஓடி வந்து சொன்னுச்சு, ஐயோ எனக்கு ஞானஸ்தானம் டேட் மறந்துட்டேனே. നമ്മുടെ അപ്പച്ചൻ ഒരു ഫോം കൊടുത്തപ്പോൾ ഒരു മാതാവ് ഓടി വന്ന് പറഞ്ഞു, ഞാൻ സ്നാനം സ്വീകരിച്ച ദിവസം മറന്നുപോയല്ലോ. അപ്പൊ ഞാൻ കേട്ട വർഷം തെരിയുമാ മാസം തെരിയുമാ? ഞാൻ ചോദിച്ചു, വർഷമോ മാസമോ നിങ്ങൾക്ക് അറിയാമോ? ஞானஸ்தானம் அன்னைக்கு மாத்திரம் எடுத்ததல்ல. ഞാൻ ജലസ്നാനം അന്ന് മാത്രം എടുത്തു എന്നല്ല. வேதம் சொல்லுகிறது, உபதேசம் சொல்லுகிறது, பரிசுத்தவான்கள் சொல்லுகிறார்கள், ஞானஸ்தானம் അനുദിനമുള്ള സത്യമാം. വേദപുസ്തകവും ഉപദേശവും വിശുദ്ധന്മാരും പറയുന്നു, ജലസ്നാനം സത്യമെന്നത് ദിനംപ്രതി നമ്മുടെ സത്യം തന്നെയാണ്. എടുത്തവர்களே, നിങ്ങൾ ദിനமும் ஞானஸ்தானம் எடுப்போமாக. ജലസ്നാനം സ്വീകരിച്ചവരെ ദിനം പ്രതി നിങ്ങൾ സ്നാനം സ്വീകരിച്ചു കൊള്ളണം. കർത്താവിന് സ്തോത്രം. ஞானஸ்தானம் எடுக்கும்படியாக ஆயத்தப்பட்டு கொண்டிருக்கிறவர்களே, സ്നാനം സ്വീകരിക്കുവാനായി ഒരുങ്ങി കാത്തിരിക്കുന്നവരെ, அறிந்திருங்கள், அறிய வேண்டியது அறிந்து கொள்ளுங்கள், எண்ணிக்கொள்ள வேண்டியது எண்ணிக்கொள்ள வேண்டும், ഒപ്പടയ്ക്ക വേണ്ടത് ഒപ്പുകൊടുക്ക വേണ്ട. തിരിച്ചറിയേണ്ടുന്ന കാര്യങ്ങളെ തിരിച്ചറിയണം, ചിന്തിക്കേണ്ടത് ചിന്തിച്ചും കൊള്ളണം. നാം ഏൽപ്പിച്ചു കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾക്ക് നമ്മെ ഏൽപ്പിച്ചും കൊടുക്കണം. നാം കൊരിന്ത്യർക്ക് നിരുപത്തിലെ 10ാം അധികാരത്തിലെ പഠിக்கிறோம். அங்கே அவர்கள் மோசேக்குள்ளாக മേഘത്തിற்குள் ജ്ഞാനസ്നാനം പെற்றார்கள் என்று. 1 കൊരിന്ത്യർ 10ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ മോശയ്ക്ക് അവർ മേഘത്തിൻ കീഴിൽ സ്നാനം സ്വീകരിച്ചതായി പറയുന്നു. എല്ലാവരും മോശയ്ക്കുള്ളാക മേഘത്തിനാലും സമുദ്രത്തിൽ ജ്ഞാനസ്നാനം പെற்றார்கள். സകലരും മോശയിൽ സ്നാനം സ്വീകരിക്കുകയും ചെയ്തു. என்னங்க மோசைக்குள்ள ஞானஸ்நானம் பெற்றாங்க? എന്താണ് മോശയിൽ സ്നാനം സ്വീകരിച്ചത്? மோசே சொன்னது கேட்டு மோசே இப்படி நடந்தாங்க. அந்த மோசே இப்படி நடந்ததனால ஞானஸ்நானம் பெற்றார்கள். മോശ പറയുന്നത് കേട്ടനുസരിച്ച് അതിനൊത്തവണ്ണം മോശയുടെ കീഴിൽ നടന്നു. ആയതുകൊണ്ട് മോശയിനാൽ സ്നാനം സ്വീകരിച്ചു. ആകയാൽ നമ്മുടെ മോശ യേശു ക്രിസ്തു. നമ്മുടെ മോശ എന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ന്യായപ്രമാണം തന്ന മോശയല്ല, ഇത് കൃപയിൻ പ്രമാണം തന്ന യേശു ക്രിസ്തു. ന്യായപ്രമാണം തന്ന മോശയല്ല, ഇത് കൃപയുടെ പ്രമാണം തന്ന യേശു ക്രിസ്തുവാണ്. அந்த യേശു ക്രിസ്തു சொல்லுகிறது போல கேட்டு செயல்பட நம்மை ஒப்படைத்து அந்த அறிவோடு கூட ஞானஸ்தானம் எடுத்தால், அந்த ஞானஸ்தானத்தை அனுதினம் எடுத்தால் நம்முடைய சரீரம் பரிசுத்தமாக ஜீவிக்க கர்த்தர் நிறைந்த கிருபை தருவார். കൂടാതെ ശരീരം മീட்படைയും. അത് വേഗം அந்த നാൾ വന്നു കൊണ്ടിരിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറഞ്ഞതുപോലെ ആ സ്നാനം എങ്ങനെയാണെന്ന് കേട്ടനുസരിച്ച് അതിനെ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്ത് നാം ആ സ്നാനം സ്വീകരിക്കുന്നുവെങ്കിൽ ദിനം പ്രതി നാം ആ കൃപ നമുക്കുള്ളിലേക്ക് വ്യാപരിക്കുകയും ചെയ്യും. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. യേശു ക്രിസ്തു വേഗം വരുகிறார். നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വേഗം വരുന്നു. വേഗം വരുகிறார். നമ്മുടെ വീണ്ടെടുപ്പുകാരൻ വേഗം വരുന്നു. அவர் பாவத்தில் இருந்து மீட்டிருக்கிறார். பாவத்தில் இருந்து மீட்டிருக்கிறார். പാപത്തിൽ നിന്ന് മീറ്റെടുക്കണം. അവൻ പാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. അവൻ വ്യാധിയിൽ നിന്ന് മീட்புണ്ട്. അവൻ രോഗത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുന്നു. അവൻ പാരമ്പര്യത്തിൽ നിന്ന് മീറ്റെടുത്തു. അവൻ നമ്മെ പാരമ്പര്യത്തിൽ നിന്നും വീണ്ടെടുത്തു. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. അവർ ഉലകത്തിൽ അവർ നമ്മെ സ്വന്തമാനവരിൽ മീറ്റെടുത്തിരിക്കുന്നു. അവൻ തന്റെ സ്വന്തം അവകാശികളായി നമ്മെ വീണ്ടെടുത്തു. നമ്മുടെ ശരീരത്തെ മീட்க പോകുகிறார். നമ്മുടെ ശരീരത്തെ വീണ്ടെടുക്കുവാൻ പോകുന്നു. ആയത്തമാകുമാ. അതിനായി നാം ഒരുക്കപ്പെടാം. ആയത്തമായിരിക്കും. അതിനായി നാം ഒരുക്കപ്പെടാം. വേഗം വരുகிறது. നമ്മുടെ യേശു വേഗം വരുന്നു. കൺവെൻഷൻ. അതിനായിട്ടത്ര ഈ കൺവെൻഷൻ. കാട്ടാക്കട കൺവെൻഷൻ അതற்காகத்தான். ഈ കാട്ടാക്കട കൺവെൻഷൻ അതിനു വേണ്ടിയിട്ടാണ്. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. അതற்காக അഖില സൃഷ്ടികളും അത് തവിത്തുകൊണ്ടിരിക്കുന്നത്. അതിനായി സകല സൃഷ്ടികളും നെടുവീർപ്പോട് കാത്തിരിക്കുന്നു. ഒരുങ്ങി നിன்றോ തന്നോട് കൂടെ മണിയറയിൽ വാഴാൻ കാലം